വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് രാവിലെ അല്പം മുമ്പ് വന്നതാണ്. അത് കൊല്ലത്ത് ആര്യങ്കാവിൽ നിന്നാണ്. അവിടെ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് ലോറിയുമായി കൂട്ടിയിടിച്ച് താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. 16 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ശബരിമല ദർശനം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ബസ്സിൽ 50 യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പരിക്കേറ്റവർ ചിലർ 2 പേരുടെ നില ആദ്യം പറഞ്ഞ ഗുരുതരമാണ്. അവരെ അടക്കം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സേലം സ്വദേശി ധനപാലൻ എന്ന ആളാണ് മരിച്ചത്. ഇയാൾ അടക്കം 50ഓളം പേർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. 16 പേർക്ക് പരിക്കുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മനോജ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മനോജ്, ഇതെങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ഈ മേഖല ഈ കൊക്കയൊക്കെയുള്ള താഴ്ചയൊക്കെയുള്ള മേഖലയാണോ? രഞ്ജിത്ത്, പുലർച്ചെ 4:15 കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിൽ പുനലൂരിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുന്ന പാതയിൽ ആര്യങ്കാവ് ക്ഷേത്രം കഴിഞ്ഞുള്ള റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് ചരക്ക് ലോറി ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ടെമ്പോ ട്രാവലർ വാഹനത്തിലേക്ക് ഇടിച്ചു കയറുന്നത്. ഏകദേശം 25ഓളം പേർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഡ്രൈവർ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തമിഴ്നാട്ടിൽ നിന്നും ചരക്കുമായി കേരളത്തിലേക്ക് വന്ന ലോറി ബസ്സിനെ ഇടിച്ച് ഏകദേശം 30 അടിയോളം താഴ്ചയിലേക്ക് മറിക്കുന്നത്. എല്ലാവരും അപകടത്തിൽപ്പെട്ടു. ഇതില് സേലം സ്വദേശി ധനപാലൻ, 56 വയസ്സുള്ള ധനപാലനാണ് മരണപ്പെട്ടത്. സെന്തിൽകുമാർ 47 വയസ്സ്, ദിലീപ് കുമാർ 13 വയസ്സ് എന്നിവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചിട്ടുണ്ട്. 24 OPകളാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിലുള്ളത്. ട്രാവലറിന്റെ ലോറിയുടെ ഇടിയുടെ ആഘാതത്തിൽ ബസ് പൂർണ്ണമായും താഴെ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. എല്ലാവർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. എല്ലാവരും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. മനോജ്, ഇത് 50 യാത്രക്കാർ അല്ലെ? 50 യാത്രക്കാർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണോ? മറ്റ് യാത്രക്കാർക്ക് എല്ലാവർക്കും കാര്യമായി പരിക്കേറ്റിട്ടുണ്ടോ? എന്താണ് വിവരം? 50 യാത്രക്കാരെന്നുള്ള വിവരം തെറ്റായ വിവരം ലഭിച്ചതാണ്. 50 മൊത്തത്തിൽ ബസ്സിൽ 25 പേരാണ്, ഡ്രൈവർ ഉൾപ്പെടെ 25 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ എല്ലാവർക്കും ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവർക്കും അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരാള് മരിക്കുകയും 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ പ്രദേശത്ത് റോഡിന്റെ വീതി വളരെ കുറവാണ്. ഈ 2 പേർ ഈ ഗുരുതരമായി പരിക്കേറ്റ 2 പേരെയാണോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്? ഗുരുതരമായി പരിക്കേറ്റ സെന്തിൽകുമാർ 47, ദിലീപ് കുമാർ 13 എന്നീ 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്. അവർക്ക് കാര്യമായ പരിക്കുണ്ടോ? സാരമായ പരിക്കുണ്ട്. 2 പേർക്ക് സാരമായ പരിക്കുണ്ട്. അപ്പോൾ ഈ റോഡിന്റെ പ്രധാന വിഷയം നമ്മൾ നിരവധി തവണ നമ്മൾ വാർത്തകളോട് ചൂണ്ടിക്കാണിച്ചതാണ്. ഈ തമിഴ്നാട് ശബരിമല സീസൺ തുടങ്ങി കഴിഞ്ഞാൽ നിരവധി അയ്യപ്പൻ ഭക്തന്മാർ വരുന്ന വഴിയാണ്. പക്ഷേ ഇവിടെ വേണ്ട വിധത്തിലുള്ള സിഗ്നൽ സംവിധാനമോ റോഡിന് മതിയായ വീതിയോ സൈഡിൽ ഗട്ടറുകൾ നികത്തുന്നതിനുള്ള സംവിധാനങ്ങളൊന്നും ഒരുക്കാത്തത് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്ത് തന്നെ വാഹനത്തിനെ വെട്ടിച്ചു മാറ്റാൻ കഴിയുന്ന നിലയിലുള്ള വീതി ഇല്ലാത്തതാണ് ഈ അപകടം ഉണ്ടാകാനുള്ള പ്രധാന കാരണം. ഇത്തരം ഒരുപാട് വഴികൾ നമുക്കറിയാം. ഈ പുനലൂർ ഭാഗത്ത്, ആര്യങ്കാവ് ഭാഗത്ത്, ശബരിമലയുമായി ബന്ധപ്പെടുന്ന ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ഇവിടെയൊന്നും നേരത്തെ മനോജ് പറഞ്ഞതുപോലെ സിഗ്നൽ സംവിധാനമില്ല, മുന്നറിയിപ്പ് സംവിധാനങ്ങളില്ല. മറ്റേ പോലീസിന്റെയോ അല്ലെങ്കിൽ ഗതാഗത വകുപ്പിന്റെ ഒന്നും മുന്നറിയിപ്പ് അല്ലെങ്കിൽ അവരുടെ കാവൽ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഈ അപകടത്തിന് ഒരുപാട് കാരണമാകുന്നുണ്ട് അല്ലേ? നിലവിൽ തെന്മല പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള രാത്രികാല പട്രോളിങ്ങിനുള്ള ഒരു വണ്ടി മാത്രമാണ് പുനലൂർ ഏകദേശം ഇടമണ്ണ് മുതൽ തമിഴ്നാട് ബോർഡർ വരെ പരിശോധന നടത്തുന്നത്. ഇത് മതിയായ അളവിലുള്ള ഒരു ഫോഴ്സ് അല്ല. ഇടയ്ക്ക് ശബരിമല തീർത്ഥാടകർക്ക് എന്തെങ്കിലും അത്യാഘാതം സംഭവിക്കുകയാണെങ്കിൽ ഒരു അടിയന്തര ശുശ്രൂഷയോ മറ്റ് സംവിധാനമോ നിൽക്കാനുള്ള യാതൊരുവിധ സംവിധാനവും ഇതുവരെ ഒരുക്കിയിട്ടില്ല. പുനലൂരിലെ തന്നെ ഇടത്താവളമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പുനലൂർ പട്ടാമ്പരം പാതയിലെ ഒരു ക്ഷേത്രമാണ്. ഇതിനിടയ്ക്ക് ശബരിമല തീർത്ഥാടകർക്ക് വേണ്ട യാതൊരു സംവിധാനവും നിലവിൽ ഇതുവരെ ഒരുക്കിയിട്ടില്ല എന്നുള്ളതും ഒരു ഖേദകരമായ വസ്തുതയാണ്. തുടരുക, സുജാത് തോമസ് ഉണ്ട്, ആര്യങ്കാവ് പഞ്ചായത്ത് മെമ്പറാണ്. ശ്രീമതി സുജാത് തോമസ്, ഒരു മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റ് താങ്കൾക്ക് ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ആര്യങ്കാവ് പഞ്ചായത്തിലെ ആര്യങ്കാവ് പഴയ റേഞ്ചിന്റെ അവിടെ വെളുപ്പിന് 3:45 ശബരിമലയിൽ നിന്ന് വന്നിരിക്കുന്ന തീർത്ഥാടക ബസ്സും അതേപോലെ തമിഴ്നാട്ടിൽ വന്നിരിക്കുന്ന ലോറിയുമായി അപകടത്തിൽപ്പെട്ടത്. അത് മിറ്റിൽ കയറ്റിക്കൊണ്ടുവന്ന ലോറി റോങ് സൈഡിൽ വന്നാണ് നമ്മുടെ ശബരിമല തീർത്ഥാടക ബസ്സിൽ കൂട്ടിയിടിച്ചത്. അപ്പം ആ ബസ് ഒരു 45 അടിയോളം താഴ്ചയിലേക്ക് ബസ് മറിയുകയും അപ്പോൾ അത് ആ സ്പോട്ടിൽ തന്നെ ഒരാൾ മരണപ്പെടുകയും ചെയ്തു. ബാക്കിയുള്ളവരെ പുനലൂർ
താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശത്ത്, നമ്മുടെ ആ മേഖലയിൽ നിരന്തരമായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തന്നെ പല സംയുക്ത യോഗങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെയും വിളിച്ച് നമ്മൾ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടുകയും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ആംബുലൻസിന്റെ സേവനം നമ്മുടെ പഞ്ചായത്തിലേക്ക് ആവശ്യമാണെന്ന് നിരവധി തവണ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ നമുക്ക് ഇതേവരെ അത് ലഭ്യമായിട്ടില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്കും നമ്മൾ കത്ത് നൽകിയതാണ്. അപ്പം തരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് നാളെ ഇതുവരെയായിട്ട് 108 ആംബുലൻസിന്റെ സേവനം 12 മണിക്കൂർ മാത്രമാണ്. ഈ മേഖലയിൽ നിരന്തരമായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയും കൂടെയാണ്. കൂടുതലായിട്ട് നമ്മുടെ ലോറികളൊക്കെ ന്യൂട്രൽ വന്ന ഡീസൽ ലാഭിക്കുന്നതിന് വേണ്ടി ന്യൂട്രൽ വരുന്നതാണ് കൂടുതലായിട്ട് അപകടം ഉണ്ടാകുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ റോഡിന് വീതി കുറവുണ്ട്, അപകടം ഒരുപാട് സംഭവിക്കാൻ പറ്റുന്ന മേഖലയാണ്. ഒരു വണ്ടി വന്നാൽ ഒന്ന് വെട്ടിച്ചു മാറ്റാനുള്ള സൗകര്യം പോലുമില്ല. ശബരിമലയിലേക്ക് ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശത്താണ് ഇങ്ങനെ അനാസ്ഥ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതെ, നിരന്തരമായി ആവശ്യപ്പെട്ടും പരിഹാരം ഉണ്ടാകുന്നില്ല. ഫയർഫോഴ്സിന്റെ സേവനം നമുക്ക് ആവശ്യമാണ് എപ്പോഴും. അതെ, ശ്രീമതി സുജയാണ് ചേർന്നത്. അവിടുത്തെ ആര്യങ്കാവ് പഞ്ചായത്ത് മെമ്പറാണ് സുജ തോമസ്. അവിടെ നിരവധി പരിമിതികളുള്ള ഒരു വഴി, ആ പ്രദേശമൊക്കെ അങ്ങനെയാണ്. ആംബുലൻസ് സംവിധാനം പോലും കാര്യമായി കിട്ടുന്നില്ല. അവിടെ ആകെ ആശ്രയമുള്ളത് അത് തൊട്ടടുത്തുള്ള ആശുപത്രി ഈ പുനലൂർ താലൂക്ക് ആശുപത്രിയാണല്ലേ മനോജ്? ഈ ആംബുലൻസ് സംവിധാനമോ മറ്റോ പഞ്ചായത്തിനില്ല. ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടായാൽ, പ്രത്യേകിച്ച് ശബരിമല മേഖലയാണ്, ശബരിമലയിലേക്ക് ഒരുപാട് ആളുകൾ പോകുന്ന സ്ഥലമാണ്, ഇങ്ങനെ അപകടം ഉണ്ടായാലൊന്നും വളരെ പെട്ടെന്ന് എങ്ങും എത്തിക്കാനുള്ള സംവിധാനമൊന്നുമില്ല. നാട്ടുകാർ ഇടപെട്ടെല്ലാം ചെയ്യേണ്ടി വരും അല്ലേ? തൊട്ടടുത്ത ആശുപത്രി പുനലൂർ താലൂക്ക് ആശുപത്രിയാണ്. എന്നെങ്കിലും 100 കോടി രൂപ ചെലവഴിച്ച് ആശുപത്രി നവീകരിച്ചെങ്കിലും മതിയായ ഡോക്ടർമാരോ സ്റ്റാഫുകളോ ഇല്ലാത്തത് ഏറ്റവും വലിയൊരു പരിമിതിയായി ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് ഈ ആക്സിഡന്റ് നടക്കുന്ന ഇവിടെ വരുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്നത് 2 ഡോക്ടർമാരാണ്. ശബരിമല സീസൺ പ്രമാണിച്ച് പ്രത്യേക ഡ്യൂട്ടിക്ക് ഡോക്ടർമാരെയോ നഴ്സുമാരെയോ ഒന്നും ഒരുക്കുന്നതിനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടില്ല. നിലവിൽ വളരെ പരിതാപകരമായിരുന്നു. നാട്ടുകാരുടെ ഒരു വലിയ ശ്രമവും കൊണ്ടാണ് ഇവരെ ഇവിടെ എത്തിക്കാൻ ശ്രദ്ധിച്ചത്. മതിയായ ആംബുലൻസ് സംവിധാനമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാർത്തകളിലൂടെ എല്ലാം നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഇത്തരം സംവിധാനം വരുമ്പോൾ ഈ പുനലൂർ ആര്യങ്കാവ് പാതയിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ഫയർ സ്റ്റേഷനോ മറ്റ് ആംബുലൻസ് സംവിധാനങ്ങളോ ഒക്കെ ഒരുക്കണമെന്നൊക്കെ നമ്മൾ ആവശ്യപ്പെടാറുള്ളതാണെങ്കിലും അതൊന്നും അധികൃതർ തിരിഞ്ഞു നോക്കാത്ത ഒരു നിലപാട് ആയിരുന്നത് കൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഈ രോഗികളെ ഇവിടെ എത്തിക്കുന്നതിന് നാട്ടുകാർ ശ്രമം നടത്തിയത്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടായതും. മനോജാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 25ഓളം യാത്രക്കാരുണ്ടായിരുന്ന ഒരു ബസ്സാണ് തമിഴ്നാട്ടിലെ സേലത്തു നിന്നും തീർത്ഥാടകർ എത്തിയ ബസ്സാണ്. ദർശനം കഴിഞ്ഞവർ മടങ്ങും വഴിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. 16 പേർക്ക് പരിക്കുണ്ട്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഏതാണ്ട് എല്ലാവർക്കും പരിക്കേറ്റിട്ടുണ്ട്. 25 പേർക്കും പരിക്കുണ്ട്. അതിൽ ചിലരുടെ പരിക്കൊക്കെ സാരമായ പരിക്കല്ല, നിസ്സാരമായ പരിക്കുകൾ ഏറ്റവരും കൂട്ടത്തിലുണ്ട്. ഒരു മരണം സംഭവിച്ചു എന്നുള്ള അതീവ ദുഃഖകരമായ ഒരു വാർത്ത കൂടി ഉണ്ട് എന്നുള്ളതാണ്. സേലം സ്വദേശി ധനപാലൻ എന്നയാളാണ് മരിച്ചത്. കൊല്ലം ആര്യങ്കാവിലാണ് ഇന്ന് വെളുപ്പിനെ ഈ സംഭവം ഉണ്ടായത്. മനോജ് അപ്പുക്കുട്ടനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നലെ രാത്രി നമ്മൾ വല്ലാതെ ഞെട്ടിയ ഒരു വാർത്ത, അത് നമുക്കറിയാം, അത് കൊല്ലത്ത് ചെമ്മാമുക്കിലായിരുന്നു. ആ വാർത്തയിലേക്ക് വരാം. ഭർത്താവ് ഭാര്യയെ തീവെച്ച് കൊലപ്പെടുത്തി എന്ന വാർത്തയായിരുന്നു. അതിലേക്ക് വരാം. അതിനു മുൻപ് ആലപ്പുഴ കളർകോട് അപകടത്തിൽ മരിച്ച 2 വിദ്യാർത്ഥികളുടെ, മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന് നടക്കും. ആയുഷിൻ്റെ സംസ്കാരം രാവിലെ കാവാലത്താണ്, ആലപ്പുഴ കാവാലത്താണ് ആയുഷിൻ്റെ വീട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിനോട് വളരെ അടുത്ത് ഉള്ള ഒരു പ്രദേശമാണ് കാവാലം. 2 മണിയോടെ പാലായിലെ തറവാട്ട് വളപ്പിലാണ് ദേവനന്ദൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. പരിക്കേറ്റവരുടെ ചികിത്സ വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. ചികിത്സയിലുള്ള ഒരു വിദ്യാർത്ഥിയുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അപകട സമയത്ത് കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും എന്ന ഒരു തീരുമാനം കൂടിയുണ്ട്. ഇതൊക്കെ ഈ അന്വേഷണത്തിൻ്റെ പ്രാഥമികമായ അന്വേഷണത്തിന് നടപടിക്രമം മാത്രമായി കൂട്ടിയാൽ മതി. ഇന്നലെ ബസ് ഡ്രൈവറെ ഇതിൽ പ്രതി ചേർത്തിരുന്നു. പക്ഷേ ബസ് ഡ്രൈവർ കുറ്റക്കാരനല്ലെന്നും അപകട മരണങ്ങളിൽ പ്രാഥമിക റിപ്പോർട്ടിൽ പ്രതി ചേർക്കുന്നത് സ്വാഭാവികമെന്നുമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരണ്യ സ്നേഹജൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, ഇന്നിപ്പോൾ കാവാലത്താണ്, കാവാലം എന്ന നാട്, അവിടുത്തെ പ്രതീക്ഷയായിരുന്ന നമുക്കറിയാം ആയുഷിൻ്റെ സംസ്കാര ചടങ്ങാണ് 10 മണിക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്?
രഞ്ജിത്ത്, ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന, രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു അപകടത്തിന്റെ ആഘാതത്തിൽ നിന്ന് ആലപ്പുഴ ഇതുവരെ മോചിതരായിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അത്ര വലിയൊരു അപകടമായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 5 വിദ്യാർത്ഥികളുടെ ജീവൻ കവർന്നുകൊണ്ട് കളറുകോട് നടന്നത്. ഇന്ന് ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ഒന്ന്, മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നു. മറ്റൊന്ന്, ആയുഷിന്റെ സംസ്കാരം, പാലയിൽ ദേവാനന്ദിന്റെ സംസ്കാരം, ഒപ്പം തന്നെ പോലീസുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും മറ്റു വഴികളും. അതായത് ഇന്ന് ആയുഷിന്റെ സംസ്കാരം നടക്കുക കാവാലത്തെ വീട്ടുവളപ്പിലാണ്. ആയുഷിന്റെ അച്ഛനും അമ്മയും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടുകൂടി ഇൻഡോറിൽ നിന്ന് എത്തിയിരുന്നു. ആയുഷിനുള്ളത് ഒരു സഹോദരൻ മാത്രമാണ് ഉള്ളത്. ഇവരെ വർഷങ്ങളായിട്ട് ഇൻഡോറിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ആയുഷ് പഠിച്ചതുമൊക്കെ അവിടെ തന്നെ ആയിരുന്നു. അതിനുശേഷം പിന്നീട് MBBS പഠനത്തിനായാണ് ആലപ്പുഴയിലേക്ക് എത്തുകയും ആലപ്പുഴയിലെ അച്ഛൻ്റെ വീട്ടിലാണ് താമസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ എല്ലാ വീക്കെൻഡുകളിലും വന്നു പോരുന്ന കുട്ടിയാണ്. ഇപ്പോൾ MBBS പഠനത്തിന് മാത്രമാണ് വന്നിട്ടുള്ളതെങ്കിൽ പോലും ആ ഒരു പരിചയമേ ഉള്ളൂ, 1.5 മാസത്തെ പരിചയം ഉള്ളെങ്കിൽ പോലും ആ പരിസരത്തുള്ള ആളുകൾക്ക് എല്ലാവരുമായും നല്ലൊരു ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരാൾ. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അതീവ ദുഃഖകരമായ സാഹചര്യമാണ്. രക്ഷകർത്താക്കളുടെ അവസ്ഥയും നമുക്ക് പറയാൻ പോലും കഴിയില്ല, അത്ര വിഷമകരമാണ് എന്ന് തന്നെ പറയാം. അവർ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ ആലപ്പുഴ കാവാലത്തെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. 10:30 വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. മറ്റൊന്ന് ദേവാനന്ദാണ്. ദേവാനന്ദിന്റെ അച്ഛനും അമ്മയും മലപ്പുറത്താണ് ജോലി ചെയ്യുന്നതെങ്കിലും അച്ഛൻ്റെ വീട് പാലായിലാണ്. ആ അച്ഛൻ്റെ വീടായ പാലായിലെ വീട്ടുവളപ്പിലാണ് 2 മണിയോടുകൂടി സംസ്കാരം നടക്കുക എന്നുള്ളതാണ്. ഈ 2 സംസ്കാര ചടങ്ങുകളും ഇന്ന് നടക്കും. ബാക്കിയുള്ളത് ഇന്നലെ നടന്നിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ നമുക്കറിയാം, പാലക്കാടും ലക്ഷദ്വീപിലും ഒക്കെ ഉള്ള കുട്ടികൾ ഇന്നലെ ആ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. അവരുടെയൊക്കെ സംസ്കാരങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഉണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കാര്യങ്ങളാണ്. അതായത് വാഹനം ഓടിച്ചിരുന്ന ഗൗരിശങ്കർ എന്ന MBBS വിദ്യാർത്ഥിയാണ് വാഹനം ഓടിച്ചിരുന്നത്. ഗൗരിശങ്കറിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യം RTO അറിയിച്ചിട്ടുണ്ട്. അത് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല, പക്ഷേ എങ്കിൽ പോലും ആ നടപടിയിലേക്ക് അവർ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസും അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, KSRTC ബസ് അപകടത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം, KSRTC ബസ് വന്ന് ആ ഒരു ബസ് ചവിട്ടി ഒന്ന് സ്ലോ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ 11 പേർ അടങ്ങുന്ന ടവേര വാഹനത്തിന്റെ ഒരു ഇടിയുടെ ആഘാതത്തിൽ ഉണ്ടാകുന്ന അപകടം, ഈ 5 മരണം എന്നത് തന്നെ വലിയ ആഘാതമാണ്. അതിനും അപ്പുറത്തേക്ക് ഉള്ള ഒരു ആഘാതത്തിലേക്ക് പോകുമായിരുന്നു. എന്തായാലും ആ CCTV ദൃശ്യങ്ങളടക്കം വ്യക്തമാണ്. സംയോജിതമായി ആ ബസ് ഒന്ന് ചവിട്ടി ഒതുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇടിയുടെ ആഘാതം കുറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പക്ഷേ അതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. കോടതിയിൽ എത്തിയാൽ അത് ഒഴിവാക്കുമെന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിവരം. ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ് അടുത്തത്. അതായത് നമുക്കറിയാം, 2 എടത്വ സ്വദേശി ആൽവിൻ അടക്കം ഉള്ള വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന ഗൗരിശങ്കറിന്റെ സർജറി ഇന്നലെ കഴിഞ്ഞിരുന്നു. പക്ഷേ ആൽവിന്റെയും മറ്റ് ഒരാളുടെയും കൂടെയുള്ള നില ഗുരുതരമായി തുടരുകയും ചെയ്യുന്നുണ്ട്. ആൽവിന്റെ നിലയാണ് കുറച്ചുകൂടെ പ്രതിസന്ധിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ ബോർഡ് യോഗം ഇന്നലെ ഒന്ന് ചേർന്നിരുന്നു. പക്ഷേ ഇന്നും വിവിധ വകുപ്പ് മേധാവികളെ വിളിച്ചു ചേർത്ത് മെഡിക്കൽ ബോർഡ് ചേരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അടിയന്തരമായി ഷിഫ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കാമെന്നുള്ളതാണ്. എന്തായാലും തീവ്ര ശ്രമത്തിലാണ് ഈ കുട്ടികളെ ആരോഗ്യത്തോടെ, ഈ വിദ്യാർത്ഥികളെ ആരോഗ്യത്തോടെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ് അവരുടെ അധ്യാപകർ കൂടിയായ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ. എന്തായാലും ആ ഒരു ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്. അവർക്ക് 2 പേരുടെ നില ഗുരുതരമാവുകയും ചെയ്തിട്ടുണ്ട്. ഗുരുതരമാണ്. അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഘട്ടം മുതൽ തന്നെ അവരുടെ നില ഗുരുതരമാണ്. ആ കാര്യങ്ങൾ വിശകലനം ചെയ്യാനും എല്ലാ വകുപ്പ് മേധാവികളുടെയും, കാരണം മൾട്ടിപ്പിൾ ഇഞ്ചുറിയാണ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. ഹെഡ് ഇഞ്ചുറി പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ശരണ്യ, ഇനിയും ഈ കുട്ടികളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. കാരണം 5 ജീവനുകൾ പൊലിഞ്ഞു. ഈ 2 കുട്ടികൾ അത്ര വിലപ്പെട്ട ജീവനുകളാണ്. അത് രക്ഷിക്കുക എന്നത് പ്രധാനമാണ്. അതിന് പ്രത്യേക ടീം രൂപീകരിച്ചിട്ടുണ്ടെന്നും ലഭിക്കാവുന്ന ഏറ്റവും ആധുനികമായ ചികിത്സാ സംവിധാനം ഒരുക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ഇടപെടൽ നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗത്ത് ഇതിനകം ഉണ്ടായിട്ടുണ്ട് എന്നും പ്രതീക്ഷിക്കാം.
അതെ, ഇന്നലെ തന്നെ മന്ത്രി പി പ്രസാദ് അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേക ഒരു ടീം തന്നെയാണ് ഇവരുടെ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കുകയും ഒപ്പം തന്നെ അതിന്റെ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് പോവുകയും ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മന്ത്രി പി പ്രസാദ് തന്നെ ഇന്നലെ വ്യക്തമാക്കുകയുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്, നല്ല എക്സ്പെർട്ട് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും ചില പരിമിതികൾ ആശുപത്രിക്ക് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രൈവറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ അവർ അത് പരിശോധിച്ചു വരികയാണ്. ഇന്നലെയും മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകളും ഇക്കാര്യം പരിശോധിക്കുകയും വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ആൽവിൻ അടക്കമുള്ള ആളുകളുടെ നില ക്രിട്ടിക്കലായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഒരു ജീവൻ പ്രതിസന്ധി ഉണ്ടാവാത്ത രീതിയിൽ അവരെ ചേർത്ത് പിടിച്ച് പരമാവധി അവരെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതീവ ശ്രദ്ധയോടെയാണ് ആലപ്പുഴയിലെ ഡോക്ടർമാർ അടങ്ങുന്ന സംഘം അക്കാര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നത്. അത് അവരുടെ യോഗം ഇന്നലെ വൈകിട്ടും ഉണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ മെഡിക്കൽ ബോർഡ് കൂടും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ ദിവസവും അത്തരം ഒരു വിശകലനമുണ്ട്. കാരണം വിവിധ വകുപ്പ് മേധാവികൾ ചേർന്നാണ് ആ ഒരു തീരുമാനത്തിലേക്ക് പോകുക. എങ്ങനെയാണ് ഇന്നത്തെ ദിവസം അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക, അതിൻ്റെ ഒരു പ്രോട്ടോകോൾ എന്താണെന്നുള്ളത് തീരുമാനിക്കുന്നതിന് ഇന്നും മെഡിക്കൽ ബോർഡ് യോഗം കൂടുന്നുണ്ട്. എന്തായാലും നില ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. പരിക്ക് പറ്റിയ ആൽവിൻ ഉൾപ്പെടെയുള്ള 2 പേരുടെ നില ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട്. എങ്കിൽ പോലും അവരെ പരമാവധി അവരുടെ കാര്യങ്ങൾ ചെയ്യുക അതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് മെഡിക്കൽ ബോർഡ് ചേർന്ന് ഇന്നലെ തന്നെ അങ്ങനെ ഒരു പ്രത്യേക സംഘത്തെ അവർ നിയോഗിക്കുകയും ചെയ്തിരുന്നു. അതാണ് സാഹചര്യം. ഏതായാലും ആയുഷിന്റെ സംസ്കാരം ഇന്ന് കാവാലത്ത് നടക്കും. ദേവാനന്ദന്റെ സംസ്കാരം കോട്ടയത്ത് മറ്റക്കരയിലാണ് ഇന്ന് നടക്കുക. മറ്റ് 3 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ പൂർത്തിയായിരുന്നു. 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ഇവർക്കായി പ്രത്യേക മെഡിക്കൽ സംഘത്തെ രൂപീകരിച്ച് പരമാവധി ചികിത്സ നൽകി ആ വിലപ്പെട്ട ജീവനുകൾ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നാണ് ശരണ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റു വാർത്തയിലേക്ക്. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയോട് ക്രൂരത കാണിച്ച കേസിലെ പ്രതികളെ റിമാൻഡ് ചെയ്തു. ശിശുക്ഷേമ സമിതിയിലെ ആയമാരായിരുന്ന അജിത, മഹേശ്വരി, സിന്ധു എന്നിവരെയാണ് 14 ദിവസത്തേക്ക് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇവരെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുന്ന 3 പേരാണ് ഇന്നലെ ഒരു കുഞ്ഞ് അത് കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ ജനനേന്ദ്രത്തിലടക്കം പരിക്കേൽപ്പിക്കുകയും ക്രൂരമായി ആ കുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്ത് പോക്സോ വകുപ്പ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് വരുന്ന വാർത്തകളിലൊന്ന് ഇത്തരം നിയമനങ്ങളൊക്കെ രാഷ്ട്രീയ നിയമനങ്ങളാണ്. വലിയ റെക്കമെൻഡേഷൻസിൻ്റെ പേരിൽ ഇത്തരം താൽക്കാലിക ജോലികളിലേക്ക് രാഷ്ട്രീയ നേതാക്കളുടെ ഭാര്യമാര് ഉണ്ട്, ബന്ധുക്കളുണ്ട്, മറ്റു ചില സ്വാധീനങ്ങളുണ്ട് ഒക്കെ വെച്ചാണ് ഇവരെയൊക്കെ യോഗ്യതയൊന്നും പരിഗണിക്കാതെയാണ് ഇത്തരം ആളുകളെ ഇത്തരം കേന്ദ്രങ്ങളിൽ നിയമിക്കുന്നത് എന്നുള്ളതാണ്. ജുവനൈൽ ജസ്റ്റിസ് വകുപ്പ് കൂടി ഇപ്പോൾ ചുമത്തിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരം. മ്യൂസിയം പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ CWCയുടെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ. യോഗ്യരായവർ, കുഞ്ഞുങ്ങളോട് ഈ കൊച്ചുകുട്ടികളെ നോക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ജോലിയല്ല. ക്ഷമ വേണം, സഹനശക്തി വേണം. അത്തരം യോഗ്യരായവർ, അതിനുള്ള കഴിവുള്ളവരെ മാത്രം ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലിക്കായി വെക്കുക. മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പോലെ അല്ല കുട്ടികളെയും ഈ വയോജനങ്ങളെയും ഒക്കെ നോക്കുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത്. അത്രത്തോളം മനുഷ്യത്വമുള്ള ആളുകൾക്ക് മാത്രമേ അത്തരം ജോലികൾ ചെയ്യാൻ സാധിക്കൂ. ഇവിടെ അങ്ങനെയുള്ളവരെ അല്ല ഈ ഭരണസമിതി നിയമിച്ചത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഈ സംഭവം പുറത്തു വരുന്നതോടുകൂടി വെളിവാവുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു വാർത്ത CPMന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരിയുടെ കൂറുമാറ്റമാണ്. CPM പുറത്താക്കിയ മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഇന്ന് BJPയിൽ ചേരും. ഇന്നലെ മധു മുല്ലശ്ശേരിയെ CPM പുറത്താക്കിയിരുന്നു. നമുക്കറിയാം, ദൃശ്യങ്ങൾ കാണുന്ന പോലെ BJPയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നേരിട്ടെത്തിയാണ് മധു മുല്ലശ്ശേരിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. സുരേഷ് ഗോപി ഷോളണേജ് സ്വീകരിച്ചു. BJP ആസ്ഥാനമായ മാരാർജി ഭവനിൽ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ പാർട്ടി അംഗത്വം നൽകും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ മധുവിന്റെ വീട്ടിലെത്തി മധുവിനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. DYFI നേതാവായിരുന്ന മകൻ മിഥുനും മധുവിനൊപ്പം BJPയിൽ ചേരും. ചേലക്കരയിൽ നിന്ന് ജയിച്ച UR പ്രദീപും പാലക്കാട്ട് നിന്ന് ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലും ഇന്ന് MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്യും. നിയമസഭ ശങ്കരനാരായൺ തമ്പി ലോഞ്ചിലാണ് സ്പീക്കർ AN ഷംസീറിന് മുൻപാകെ ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്യുക. UR പ്രദീപ് 2016-ലും ചേലക്കരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയിലെത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കന്നി സഭ പ്രവേശനമാണ് ഇന്ന് ഉണ്ടാവുക.
സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കെ റെയിലിന്റെ ഭാവി നാളെ അറിയാം. ദക്ഷിണ റെയിൽവേ ഉദ്യോഗസ്ഥരും കെ റെയിൽ ഉദ്യോഗസ്ഥരുമായുള്ള നിർണായക ചർച്ച നാളെ കൊച്ചിയിൽ നടക്കും. റെയിൽവേക്ക് സമാനമായ ബ്രോഡ്ഗേജ് പാതയിലേക്ക് കെ റെയിൽ പദ്ധതി പരിഷ്കരിക്കണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ചർച്ചയാകും. DPR പരിഷ്കരിച്ചാൽ കെ റെയിൽ പദ്ധതി വീണ്ടും പരിഗണിക്കാമെന്ന കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പുതിയ നിലപാടാണ് കേരളത്തിന്റെ കെ റെയിൽ മോഹങ്ങൾക്ക് വീണ്ടും ചിറകുമുളപ്പിച്ചത്. നാളെ കൊച്ചിയിൽ നടക്കുന്ന ചർച്ച ഇക്കാര്യത്തിൽ നിർണായകമാണ്. പദ്ധതി വീണ്ടും പരിഗണിക്കാമെന്ന് നിലപാടെടുത്തെങ്കിലും റെയിൽവേ ചില നിബന്ധനകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഗേജ് എന്ന ആശയം ഉപേക്ഷിക്കുക, പകരം റെയിൽവേക്ക് സമാനമായ ബ്രോഡ് ഗേജ് തെരഞ്ഞെടുക്കുക, പരമാവധി റെയിൽവേ ലൈനുകൾക്ക് സമാന്തരമായി മാത്രം കെ റെയിലിന്റെ പാതയും കടന്നുപോവുക, വേഗം കൂടിയ ചരക്ക് ട്രെയിൻ ഓടിക്കാൻ കഴിയുന്ന രീതിയിൽ പാത നിർമ്മിക്കുക, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 220 കിലോമീറ്റർ വേഗതയിൽ കെ റെയിൽ കുതിച്ചു പായുമെന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. നിലവിൽ കേരളത്തിൽ റെയിൽവേക്ക് ലഭിക്കുന്ന പരമാവധി വേഗം വന്ദേ ഭാരത് എക്സ്പ്രസുകളുടെ 160 കിലോമീറ്ററാണ്. ബ്രോഡ്ഗേജിലേക്ക് മാറ്റി പദ്ധതി വിഭാവനം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിലൂടെ റെയിൽവേ ആവശ്യങ്ങളും ഈ പാതയിലൂടെ പദ്ധതി കടന്നുപോകുന്നതാണ് സംസ്ഥാനത്ത് വലിയ സമരങ്ങൾക്ക് ഇടവച്ചത്. ജനജീവിതത്തെ പരമാവധി ബാധിക്കാത്ത തരത്തിൽ എലവേറ്റഡ് പാത വേണമെന്ന നിർദ്ദേശം റെയിൽവേ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. പാരിസ്ഥിതിക സാങ്കേതിക കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തിയാൽ പദ്ധതി പരിഗണിക്കാമെന്ന കേന്ദ്രമന്ത്രിയുടെ നിലപാട് ഇക്കാര്യം മുൻനിർത്തിയാണെന്നാണ് സൂചന. ഇത് പക്ഷേ പദ്ധതിയുടെ ചിലവ് കൂട്ടുമെന്ന ആശങ്ക കേരളം ചൂണ്ടിക്കാട്ടും. റെയിൽവേ നിർദ്ദേശപ്രകാരം ബ്രോഡ്ഗേജിലേക്ക് മാറിയാൽ ഭൂമി വിട്ടുതരുമോ എന്നതിൽ കേരളം യോഗത്തിൽ വ്യക്തത തേടും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടുക്കിയിലെ ഏലമലകൾ സംബന്ധിച്ച വിഷയം സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. വനഭൂമിയാക്കണമെന്ന അവകാശവാദങ്ങൾ തള്ളി പട്ടയം വിതരണമടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂല ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് കർഷകർ. CHR റവന്യൂ ഭൂമിയാണെന്നത് അടക്കമുള്ള എല്ലാ അധികാരരേഖകളും സർക്കാർ സമർപ്പിച്ചിട്ടുണ്ടെന്ന് CPI ഇടുക്കി ജില്ലാ നേതൃത്വം അറിയിച്ചു. ഇടുക്കിയിലെ ഏലമലക്കാടുകളിൽ മരങ്ങളുടെ ഉടമസ്ഥാവകാശം വനം വകുപ്പിനും ഭൂമി റവന്യൂ വകുപ്പിനുമാണ്. ഏലമലക്കാടുകൾ വനഭൂമിയാണെന്ന് ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. പരിസ്ഥിതി സംഘടനയുടെ ഹർജിയിൽ 2,15,720 ഏക്കർ ഭൂമിയാണ് CHR എന്നാണ് വാദം. എന്നാൽ CHR ആകെ 15,720 ഏക്കറാണെന്നും ഇത് സംബന്ധിച്ച എല്ലാ രേഖകളും സുപ്രീം കോടതിയിൽ സർക്കാർ ഹാജരാക്കിയിട്ടുണ്ടെന്നും CPI ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ വ്യക്തമാക്കി. CHRമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിട്ടുള്ള ആശങ്ക പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDFും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ സമരരംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്നാൽ LDF ആയിക്കോട്ടെ, CPM CPIയും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനകീയ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന പ്രധാനപ്പെട്ട വാദം, CPMന്റെയും CPIയുടെയും ജില്ലാ സെക്രട്ടറിമാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാദം, CHR റവന്യൂ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഈ രണ്ട് കക്ഷികളുടെയും ജില്ലാ സെക്രട്ടറിമാർ പ്രസ്താവനയിലൂടെയും അതോടൊപ്പം തന്നെ അവർ നമ്മുടെ ജനകീയ കൂട്ടായ്മകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം 2016 മുതൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകളാണ് സ്ഥിതി രൂക്ഷമാക്കിയതെന്നാണ് കോൺഗ്രസിന്റെ കുറ്റപ്പെടുത്തൽ. ഏലമല മേഖലയിലെ പട്ടയ വിതരണം സാധ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. അതേസമയം സർക്കാരിനെതിരെ വസ്തുതാവിരുദ്ധമായ പ്രചാരണം പ്രതിപക്ഷം അഴിച്ചുവിടുകയാണെന്നാരോപിച്ച് CPI ഇടുക്കിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. ന്യൂസ് 18 ഇടുക്കി. പ്രത്യേക വാർത്താ പരമ്പരയിലേക്ക് കടക്കുകയാണ്. ജീവിതം തകരുന്ന കൊല്ലം. കേരളത്തിന്റെ കൺമുന്നിൽ ഒരു പരമ്പരാഗത വ്യവസായം മരിച്ചു വീഴുകയാണ്. കോടികളുടെ വിദേശ നാണ്യം തേടിത്തന്നിരുന്ന കശുവണ്ടി മേഖല ഇനി നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ദയയില്ലാതെ പെരുമാറുന്ന ബാങ്കുകളുമാണ്. കൊല്ലത്ത് കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇതുവരെ ജപ്തി ചെയ്ത് 30-ലധികം കശുവണ്ടി വ്യാപാരികളുടെ വീടുകളാണ്. ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണത്. സാമ്പത്തികമായി തകർന്ന ഒരു വ്യാപാരി ആത്മഹത്യയിൽ എല്ലാം അവസാനിപ്പിച്ചു. ന്യൂസ് 18 ക്യാമ്പയിൻ തുടരുന്നു. ജീവിതം തകരുന്ന കൊല്ലം. കൊല്ലത്ത് കശുവണ്ടി വ്യവസായം നടത്തിയിരുന്ന നിയാസ് എന്ന വ്യക്തിയുടെ വീടിന് മുന്നിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഈ വീടും ജപ്തി ചെയ്തു പോയിരിക്കുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്കാണ് വീട് ജപ്തി ചെയ്തിട്ടുള്ളത്.
1,37,00,000 രൂപയുടെ ബാധ്യതയാണുണ്ടായത്. ഒരു സമയത്ത് 3 ഫാക്ടറി കേരളത്തിൽ തൊഴിലാളികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ പ്രഖ്യാപിച്ച എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് 3 ഫാക്ടറിയിൽ ഏതാണ്ട് 350-400ഓളം സ്ത്രീ തൊഴിലാളികൾക്ക് പണി കൊടുത്തൊരു വ്യവസായിയുടെ വീടാണിത്. നിങ്ങൾക്ക് ഈ വീട് കാണുമ്പോൾ അറിയാം, ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ സുഖ സൗകര്യങ്ങളും കൂടി നല്ല നിലയിൽ ജീവിച്ച് വന്ന് നല്ല നിലയിൽ വ്യവസായം നടത്തി തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് വളരെ ആഗ്രഹിച്ച് മുന്നോട്ട് പോയ യുവ വ്യവസായിയാണ് അദ്ദേഹത്തിന് ഇതേ കണക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒരു സുപ്രഭാതത്തിൽ വന്ന് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രായമായ ഏതാണ്ട് 10-80 വയസ്സോളം പ്രായമായ മാതാവിനെയും അവർ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കുറച്ച് മുന്നേ ഇദ്ദേഹം ഈ വീടിൻ്റെ ബാക്ക് വശം, അതായത് ബെൻസിഗർ ഹോസ്പിറ്റലിലെ എൻട്രൻസിലായിട്ട് ചെറിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. ആ റെസ്റ്റോറൻറ്റ് അദ്ദേഹത്തിൻ്റെ വ്യവസായ പ്രസിഡന്റ് ഉപജീവന മാർഗത്തിന് വേണ്ടി തുടങ്ങിയ റെസ്റ്റോറൻറ്റ് അത് ഏതാണ്ട് ഈ അടുത്ത സമയത്ത് 10-20 ലക്ഷം രൂപയോളം കടം വാങ്ങി റിന്യൂവേറ്റ് ചെയ്ത ഹോട്ടൽ ആരംഭിച്ചത്. ആ ഹോട്ടൽ വരെ അവർ കൂട്ടിക്കൊണ്ട് വന്ന അതിനൊരു സാവകാശം കൊടുക്കാൻ ഞങ്ങൾ കാല് പിടിച്ച് ബാങ്കുകാരോട് അപേക്ഷിച്ചു. രജിസ്റ്റർ ചെയ്ത 850 കശുവണ്ടി ഫാക്ടറികൾ പ്രവർത്തിച്ചിരുന്ന കൊല്ലം ജില്ല ഇന്നുള്ളത് 50ഓളം കേന്ദ്രങ്ങൾ മാത്രം. ഓരോ ഫാക്ടറികളിലും ജോലി ചെയ്തിരുന്നത് ഏതാണ്ട് 200 വീതം തൊഴിലാളികൾ, അതിലേറെയും സ്ത്രീകൾ. കോവിഡ് വന്നതോടെ കയറ്റുമതി നിലച്ചു. നിരവധി പേർക്ക് തൊഴിലുകൾ നൽകിയിരുന്ന വ്യവസായികൾ വീടുകൾ ജപ്തിയിലായി ഇന്ന് ഏത് നാട്ടിൽ ജീവിക്കുന്നു എന്ന് പോലും അറിയില്ല. പരമ്പരാഗത വ്യവസായങ്ങളെക്കുറിച്ച് പറയാതെ ഒരു ബജറ്റ് പ്രസംഗവും സംസ്ഥാന നിയമസഭയിൽ ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള വ്യവസായങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ അനുവദിച്ചതായി ധനമന്ത്രിമാർ പ്രസംഗത്തിൽ പറയാറുമുണ്ട്. തങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. താങ്കൾ താമസിച്ചിരിക്കുന്ന വീട് ഏത് നിമിഷവും ജപ്തിയിൽ പോകുന്ന ഒരു ഘട്ടമാണ്. ഇപ്പോൾ എന്താണ്, വീട്ടിൽ ആരൊക്കെയാണുള്ളത്, എന്താണ് അവസ്ഥ? ഇപ്പോഴത്തെ അമ്മായും ഭാര്യയും ഒരു കൊച്ചുമോളുമാണ്. എങ്ങനെയായിരുന്നു ഈ വ്യാപാരം? എങ്ങനെയായിരുന്നു? പരിപ്പ് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുകയായിരുന്നു? പരിപ്പ് പല കമ്പനികളിൽ നിന്ന് എടുത്തിട്ട് നമ്മളത് തരംതിരിഞ്ഞ് അതിൻ്റെ കളറും അതിൻ്റെ ചെറുപ്പവും വലിപ്പമൊക്കെ തരംതിരിഞ്ഞിട്ട് പൂന, ഡൽഹി അങ്ങനെയൊക്കെ അയപ്പായിരുന്നു. ഏത് ബാങ്കിൽ നിന്നാണ് വായ്പ എടുത്തത്? എത്ര രൂപ വായ്പ എടുത്തിരുന്നു? തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്കിൽ നിന്ന് നമ്മൾ 50 ലക്ഷം രൂപയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ അത് പലിശ സഹിതം 65 ആയിട്ടുണ്ട്. കല്ലന്താഴത്ത് 3 മാസം മുൻപ് ജപ്തിയിലായ വീടിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രവാസ ലോകത്ത് ജോലി ചെയ്തിരുന്ന വ്യവസായി അദ്ദേഹം നാട്ടിലെത്തി ഒരു സംരംഭം തുടങ്ങുന്നു. കശുവണ്ടി വ്യവസായത്തിലെത്തിയ അദ്ദേഹത്തിന് പിന്നെ കാത്തിരുന്നത് ദുരന്തങ്ങളുടെ കാലമാണ്. എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന നൗഷാദ് എന്ന വ്യവസായിക്ക് സംഭവിച്ചത്? അദ്ദേഹം നല്ലൊരു കമ്പനി ഈ വിദേശ രാജ്യത്ത് തുടങ്ങി അത് വിറ്റിട്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് വ്യവസായം ആരംഭിച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ആ വിറ്റ കമ്പനിയിൽ ജോലി തേടി വീണ്ടും അദ്ദേഹം ആ പ്രവാസ ലോകത്തേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രായമായ ഏതാണ്ട് 80 വയസ്സോളം പ്രായമായ ഒരു മാതാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു പൊടി മകളുമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ഒരു ബാങ്ക് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഈ മാതാവിനെയും ഈ ഭാര്യയും കുട്ടിയെയും ഇവിടുന്ന് ഇറക്കി വിടുകയും ഈ വീട് ജപ്തി ചെയ്യുകയും ആ മാതാവ് അവർ ഇപ്പോൾ ഏതൊരു വാടക വീട്ടിൽ താമസിക്കുകയാണ്. മൊറട്ടോറിയം ഉൾപ്പെടെ സാവകാശം ആവശ്യപ്പെട്ട് 2021-ലും 2022-ലും വ്യവസായികൾ നൽകിയ അപേക്ഷകളിൽ വ്യവസായ വകുപ്പിൽ നിന്ന് മറുപടി ലഭിച്ചത് കഴിഞ്ഞ ആഴ്ചകളിൽ. എന്ത് ഇടപെടലാണ് വേണ്ടതെന്നാവശ്യപ്പെട്ട് ജില്ലാ വ്യവസായ വകുപ്പിൽ നിന്ന് വിളിയെത്തുമ്പോൾ വീടുകൾ ജപ്തിയിലായി എന്നത് മാത്രമല്ല, ബാങ്കുകൾ ഇതിനകം പലതും ലേലം നടത്തി കഴിയുകയും ചെയ്തു. പല സ്ഥലങ്ങൾ കണ്ടു. ഒരുപക്ഷെ വലിയ വേദന തോന്നുന്നൊരു ദൃശ്യമാണിത്. ഒരു വീട് മുഴുവൻ കാട് കയറി നിൽക്കുക എന്നത്. ഇവിടെയും ഒരു വ്യവസായി താമസിച്ചിരുന്നതാണ്. തീർച്ചയായിട്ടും ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ 3 തലമുറ മുന്നേ ഉള്ള കുടുംബക്കാർ തുടങ്ങി വെച്ച ഈ വ്യവസായമാണ്. അത് 2, 3, 4ാമത്തെ തലമുറയിലാണ് അദ്ദേഹം വന്ന് ഈ വ്യവസായം നടത്തി അദ്ദേഹത്തിനാണ് ഈ ഗതിയിൽ എത്തിച്ചേർന്നത്. ഒരു കാലത്ത് അദ്ദേഹം ഏതാണ്ട് 3-4ഓളം ഫാക്ടറികൾ നടത്തിയിരുന്ന അദ്ദേഹം ഇവിടെ കൊല്ലത്ത് അറിയപ്പെടുന്ന ഒരു എക്സ്പോർട്ടറായിരുന്നു. ഈ എക്സ്പോർട്ടർ ഈ വന്ന ആ കൊടുങ്കാറ്റിൽ അദ്ദേഹം വീണു. പരമ്പരാഗത വ്യവസായത്തെക്കുറിച്ച് എല്ലാ കാലവും മാറി മാറി വരുന്ന സർക്കാരുകൾ പറയുന്നതാണ്. കേന്ദ്ര സർക്കാരും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ്. കൊല്ലത്ത് നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ഓരോ വ്യവസായികളും അവരുടെ വീട് നഷ്ടപ്പെട്ട് വഴിയാധാരമായി പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ്. എന്താണ് ഇവിടെ സർക്കാരിന് ചെയ്യാൻ കഴിയുക? ബാങ്കുകൾ മനുഷ്യത്വപരമായി ഇടപെടേണ്ടതുണ്ട്. സന്തോഷ് മണക്കാടിനൊപ്പം BV വിനോദ്, ന്യൂസ് 18 കൊല്ലം. BV വിനോദ് തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത വിനോദ് തന്നെ ഈ കാലിക പ്രസക്തമായ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ആരുടെയും കണ്ണെത്താത്ത ഒരു മേഖല കൂടിയാണ് ഈ വിനോദ് നേരത്തെ പറഞ്ഞത്.
കാരണം നമുക്കറിയാം കൊല്ലമെന്നത് വിനോദ് കശുവണ്ടി വ്യവസായത്തിൻ്റെ ഒരു സ്വർഗമായിരുന്നു. കശുവണ്ടി വ്യവസായികളെ കൊണ്ട് അതിൻ്റെ ഒരു പണത്തിൻ്റെ വല്ലാത്ത ഒരു ആധിക്യമൊക്കെയുള്ള ഒരു മേഖലയാണ്. ഞാനൊക്കെ 2004 മുതൽ കൊല്ലത്ത് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അധികം കാണുന്നത് ഈ കശുവണ്ടി വ്യവസായികളുടെ വലിയ ഒരു പെരുക്കമുണ്ടായിരുന്നു. അവരുടെ ഒരുപാട് പല മേഖലകളിൽ തിയേറ്റർ അടക്കം ഇൻവെസ്റ്റ് ചെയ്ത സ്ഥലങ്ങളുണ്ട്. ഈ കശുവണ്ടി വ്യവസായവുമായി ബന്ധപ്പെട്ട മുതലാളിമാർക്കുണ്ടായിരുന്ന ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഇന്ന് അതൊക്കെ ഏതാണ്ട് ഇല്ലാതായി എന്ന് വിനോദ് കൃത്യമായി പറഞ്ഞു വെക്കുമ്പോൾ എന്തൊരു ദുരവസ്ഥയാണ് ആ മേഖല നേരിടുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് എത്ര ശതമാനം ബാക്കിയുണ്ടാകും വിനോദ് ഈ കുറച്ച് വർഷങ്ങൾ കൊണ്ട്? ഇപ്പോഴും കശുവണ്ടി വ്യവസായം നിലനിൽക്കുന്നുണ്ടോ അവിടെ? എത്രയോ തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന ഒരു മേഖലയാണത്. രഞ്ജിത്ത്, വളരെ ദയനീയമാണ് കൊല്ലത്ത് കശുവണ്ടി വ്യവസായത്തിൻ്റെ ഒരു അവസ്ഥ. കാരണം നമ്മൾ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 30-ലധികം വ്യാപാരികളുടെ കിടപ്പാടമാണ് ജപ്തി ചെയ്തു പോകുന്നത്. കാരണം രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇത് വലിയ തോതിൽ വിദേശ നാണ്യം ഉൾപ്പെടെ നമുക്ക് രാജ്യത്തിന് നേടിത്തന്നിരുന്ന ഒരു വ്യവസായ രംഗമാണ്. ആ വ്യവസായ രംഗമാണ് തകർന്ന് തരിപ്പണമായി പോകുന്നത്, മുച്ചൂടും മുടിയുന്നത്. ഈ വ്യവസായികളുടെ വീട് ജപ്തിയായി അവർ വഴിയാധാരമാകുന്നു, വാടക വീട്ടിലേക്ക് പോകുന്നു, മറ്റൊരു തൊഴിൽ അവർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അവർക്ക്. അല്ലെങ്കിൽ അങ്ങനെ ശീലിച്ചു വന്നവരല്ല, ഇപ്പോൾ ഡ്രൈവറായും ഏജന്റായും ഒക്കെ ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്ക് വ്യവസായികൾ മാറുന്നു എന്നത് മാത്രമല്ല, ഓരോ ഫാക്ടറിയിലും ഏതാണ്ട് 200ഓളം പേർ ജോലി ചെയ്തിരുന്ന ഇടങ്ങളാണ്. അതിൽ ഏറെയും സ്ത്രീകളാണ്. ഈ കുടുംബങ്ങളെല്ലാം വഴിയാധാരമാകുന്നു എന്നാണ്. അതായത് പുരുഷന്മാർ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വരുമാനത്തോടൊപ്പം തന്നെ ഇവർക്ക് ലഭിക്കുന്ന വരുമാനം കൂടി ആ കുടുംബത്തിലേക്ക് എത്തിയിരുന്നു. ആ കുടുംബം അല്ലലില്ലാതെ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വ്യാപാര സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ പൂട്ടിപ്പോകുമ്പോൾ ഈ കുടുംബങ്ങൾ കൂടി ആണ് ഇങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അന്തിച്ചു നിൽക്കുന്നത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. നമ്മൾ ഈ വാർത്തയിലേക്ക് എത്തുന്നത് തന്നെ സർക്കാരിൻ്റെ നിരുത്തരവാദപരമായ ചില നിലപാടുകളാണ്. കാരണം ഈ ഒരു അപേക്ഷ അയക്കുകയാണ്. 2021-ലും 2022-ലും അപേക്ഷ അയക്കുന്നു. ബാങ്കിൻ്റെ വായ്പയിൽ കുടിശ്ശിക വരികയാണ്, അത് റീസ്ട്രക്ചർ ചെയ്യണം, അതിൽ മൊറട്ടോറിയം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ വേണം എന്ന തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവർ കത്തുകൾ അയക്കുന്നുണ്ട്, അപേക്ഷ അയക്കുന്നുണ്ട്. ഈ അപേക്ഷകളിൽ അറിയിപ്പ് വരുന്നത് അല്ലെങ്കിൽ അതിലൊരു പ്രതികരണം ഉണ്ടാകുന്നത് കഴിഞ്ഞ ആഴ്ചകളിലാണ്. അതായത് ഏതാണ്ട് 4 വർഷമാകുമ്പോഴാണ് സർക്കാരിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ വ്യവസായ മന്ത്രിയുടെ ഓഫീസിലേക്കോ അയച്ച കത്തുകളിൽ ഒരു മറുപടി ലഭിക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് രഞ്ജിത്ത് വളരെ വേദനാജനകമായ കാര്യമാണ്. കാരണം ഇവരുടെ വീട് ജപ്തിയായി പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ ജപ്തി ചെയ്ത വീട് തന്നെ ലേലം ചെയ്ത് പോയിട്ടുണ്ടാകും. 4 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു പ്രതികരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ആത്മാർത്ഥതയാണ് സർക്കാരിന് ഇതിനുള്ളത് എന്ന സംശയം കൂടി തോന്നിപ്പോവുകയാണ്. മാത്രമല്ല 850ഓളം ഫാക്ടറികൾ കൊല്ലത്ത് പ്രവർത്തിച്ചിരുന്ന സാഹചര്യമുണ്ട്. ഇതിൽ 100-ൽ താഴെ ഫാക്ടറികൾ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആ ഒരു നിലയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി ഉള്ളത് തന്നെ എത്ര കാലം പ്രവർത്തിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു സാഹചര്യം. ആ നിലയിലേക്കാണ് ഇപ്പോൾ കശുവണ്ടി വ്യവസായം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വിദേശത്തൊക്കെ ഒരുപാട് ഡിമാൻഡുള്ള, നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു വ്യവസായമാണ്. നമ്മുടെ പല വ്യവസായങ്ങളെയും പോലെ ഈ കോവിഡിൻ്റെ ഒരു സാഹചര്യമാണോ ഇത്ര വലിയൊരു പ്രശ്നം ഈ മേഖലയിൽ ഉണ്ടാക്കിയത്? നേരത്തെ നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കശുവണ്ടി വ്യവസായികളെ അല്ലെങ്കിൽ കശുവണ്ടി മേഖലയെ പരിഗണിച്ചില്ല എന്ന വലിയ ആക്ഷേപം കുണ്ടറയിലൊക്കെ മേഴ്സിക്കുട്ടിയമ്മയുടെ പരാജയമൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചേർത്ത് വെച്ചിരുന്നു. ആ മേഖലയെ വല്ലാതെ പരിഗണിക്കാതിരുന്നതിൻ്റെ പശ്ചാത്തലം വലിയ എതിർപ്പ് ആ മേഖലയിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഈ കോവിഡിന് ശേഷം, കോവിഡ് വന്ന് ഈ എക്സ്പോർട്ടിംഗ് നടക്കാത്തതിന് ശേഷം അവർക്ക് 1-2 വർഷത്തോളമായിരിക്കാം ഒരു പക്ഷേ അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും ബാങ്കിൽ നിന്നെടുക്കുന്ന ലോണുകൾ അത് പലിശ കൂടും, അത് വലിയ തോതിൽ സംഭവിക്കും. മറ്റു പല മേഖലകളിലും മൊറട്ടോറിയം ഉണ്ടായിരുന്നു, ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ച പശ്ചാത്തലം ഉണ്ടായിരുന്നു. അപ്പോൾ കോവിഡ് വന്നതിന് ശേഷം ഈ മേഖലയെ പാടെ അവഗണിച്ചു, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല ഈ മേഖലയെ നമ്മുടെ സംവിധാനങ്ങൾ. അതാണോ പ്രധാന കാരണമായത് വിനോദ് ഈ ഒരു തകർച്ചയ്ക്ക്? രഞ്ജിത്ത്, നമ്മൾ ആദ്യത്തെ വാർത്തകൾ പുറത്തുവിടുമ്പോൾ മുൻ മന്ത്രി മേഴ്സിക്കുട്ടി അമ്മയും ആ ചർച്ചയുടെ ഭാഗമായിരുന്നു. നമ്മൾ മേഴ്സിക്കുട്ടി അമ്മയെ ബന്ധപ്പെട്ടിരുന്നു. മേഴ്സിക്കുട്ടി അമ്മ പറയുന്നത് ഈ ബാങ്കുകൾക്കുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. ഇങ്ങനൊരു സമിതി തന്നെയുണ്ട്, ഈ ബാങ്കുകളും സർക്കാരിൻ്റെ പ്രതിനിധികളും ഉൾപ്പെടുന്ന സമിതി തന്നെയുണ്ട്. ഈ സമിതിയുടെ ഭാഗമായുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ബാങ്കുകൾ തയ്യാറാകുന്നില്ല എന്നതാണ് ഒരു ഭാഗത്ത് പറയുന്നത്. അതേസമയം തന്നെ 2021 നൽകുന്ന അപേക്ഷയിൽ 2024 അവസാനം ഡിസംബറിൽ അല്ലെങ്കിൽ നവംബറിൽ
കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള കത്തുകൾ വരുന്നതിൻ്റെ ദുര്യോഗമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയ വീഴ്ച. അതിന് മെഴ്സിക്കുട്ടിയമ്മ പറഞ്ഞ വാക്ക് തന്നെ ഇതെല്ലാം ഉദ്യോഗസ്ഥരുടെ കന്നം തിരിവ് എന്ന ഒരു പ്രയോഗമാണ് മെഴ്സിക്കുട്ടിയമ്മ തന്നെ നമ്മുടെ ചർച്ചയിൽ നടത്തിയത്. ആ നിലയ്ക്ക് ഈ ഉദ്യോഗസ്ഥരെ കൂടി നിയന്ത്രിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. കാരണം വീട് ജപ്തിയാകുന്നു, അത് ലേലം ചെയ്തു പോകുന്നു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ഈ വ്യാപാരികൾക്ക് കത്ത് ചെല്ലുകയാണ്, നിങ്ങൾക്ക് എന്ത് ആവശ്യമാണുള്ളത്, നിങ്ങൾ ചർച്ച ചെയ്യാൻ വരണം എന്ന കാര്യം പറഞ്ഞ് ഈ വ്യാപാരികൾക്ക് കത്ത് ചെല്ലുകയാണ്. അപ്പോൾ അവർ തമിഴ്നാട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഏജന്റായി ജോലി ചെയ്യുന്നു. ഇതെല്ലാം നൂറുകണക്കിന് പേർക്ക് ജോലി കൊടുത്ത വ്യാപാരികളുടെ അവസ്ഥയാണ്. അവരുടെ കുടുംബം പട്ടിണിയിലാണ്. എവിടേക്ക് പോകണം എന്ന് പോലും അറിഞ്ഞുകൂടാതെ വഴിയിലേക്ക് ഒരു സുപ്രഭാതത്തിൽ വഴിയിലേക്ക് ഇറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലത്ത് പോകുമ്പോൾ അവിടെ ഒരു ജപ്തിയുടെ രംഗമായിരുന്നു. തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്കിൻ്റെ പ്രതിനിധികൾ എത്തി ജപ്തിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു നിലയ്ക്കാണ് കണ്ടത്. നമ്മളൊരു വീട് അത് തലമുറയായി കശുവണ്ടി വ്യാപാരം ചെയ്തു വന്ന ആളുകൾ താമസിക്കുന്ന വീടാണ്. അവരുടെ പൂർവ്വപിതാക്കന്മാർ ഈ വ്യാപാരം ചെയ്തതാണ്. അവർക്കാണ് ഈ ഒരു ഗതി ഉണ്ടാകുന്നത്. കോവിഡിന് ശേഷം തന്നെയാണ് രഞ്ജിത്ത് ഇത്തരത്തിൽ കോവിഡിന് ശേഷമാണ് ഇത്ര വലിയ തകർച്ച ഈ മേഖലയിൽ ഉണ്ടായത്. നേരത്തെ കശുവണ്ടി തൊഴിലാളികളുടെ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തെങ്കിൽ ഏറെ പ്രസക്തമായ കശുവണ്ടി വ്യവസായികളുടെ അവസ്ഥയാണ്. 750 മുകളിൽ ഫാക്ടറി ഉണ്ടായിരുന്ന കൊല്ലത്ത് ഇപ്പോൾ 100-ൽ താഴെ ഫാക്ടറികൾ മാത്രമെന്ന് അറിയുമ്പോഴാണ് ഈ മേഖല എത്രത്തോളം വലിയ പ്രതിസന്ധിയിലാണ് എന്നത് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ കൊല്ലത്ത് നടന്ന മറ്റൊരു സംഭവം ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്ന ഭർത്താവിൻ്റെ വളരെ ഞെട്ടിപ്പിക്കുന്ന പ്രവൃത്തിയാണ്. ഈ കൊന്ന പ്രതി പത്മരാജന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ നൽകാനുള്ളത്. ഇന്നലെ രാത്രിയിലാണ് കൊല്ലം നഗരത്തിലെ ചെമ്മാമുക്കിൽ ബേക്കറി ഉടമയായ അനിലയും ജീവനക്കാരനായ സോണിയും സഞ്ചരിച്ച കാർ തടഞ്ഞ് പത്മരാജൻ പെട്രോൾ ഒഴിച്ച് തീയിട്ടത്. ബേക്കറിയിൽ പങ്കാളിയായ ഹനീഷാണ് കാറിനൊപ്പം ഉണ്ടായിരുന്നതെന്ന് കരുതിയാണ് കാറിന് തീ വെച്ചതെന്നാണ് പത്മരാജന്റെ മൊഴി. പൊള്ളലേറ്റ സോണി ചികിത്സയിലാണ്. ഡാൻ കുരുന്നുണ്ട് കൊല്ലത്ത്. ഡാന് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? പോലീസ് പങ്കുവെക്കുന്ന കാര്യം, നേരത്തെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇന്നലെ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പൊതുപ്രവർത്തകരൊക്കെ ഇടപെട്ടിരുന്നു, ചില പണമിടപാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്താണ്. എനിക്ക് പിന്നിലാണ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് ആ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് ഇവരുടെ നിള ബേക്കറി, അതായത് ഈ കൊല്ലപ്പെട്ട അനിലയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്ന ബേക്കറി പ്രവർത്തിച്ചിരുന്ന അവിടെയാണ്. അവിടെ നിന്ന് സാധാരണ പോലെ ഈ കട പൂട്ടിയതിനു ശേഷം കടയിലെ തന്നെ ജീവനക്കാരനായ സോണിയുമായി ഈ വഴിയിലൂടെ കൊട്ടിയം ഭാഗത്തേക്ക് പോകുന്നതിനിടയിൽ ഈ കിടക്കുന്ന വാഹനം, അതായത് ആ കിടക്കുന്ന ഓൾട്ടോ വാഹനം, ആ വാഹനത്തിലായിരുന്നു ഈ പറയുന്ന അനിലയും അനിലയുടെ കടയിലെ ജീവനക്കാരനായിരുന്ന സോണിയും ഉണ്ടായിരുന്നത്. അനില മുൻസീറ്റിൽ വാഹനം ഓടിക്കുന്നു, തൊട്ടപ്പുറത്തായിട്ട് സോണി ഇരിക്കുന്നു. ഈ വാഹനം ഇങ്ങനെ പോകുന്നതിനിടയിൽ ഈ ഒമ്നി വാഹനം പത്മരാജൻ കേറ്ററിംഗിന് ഉപയോഗിച്ചിരുന്ന, കേറ്ററിംഗ് സർവീസിന് വേണ്ടിയും മറ്റും ഉപയോഗിച്ചിരുന്ന ഈ ഒമ്നി വാഹനം റോഡിന് കുറുകെ കൊണ്ട് ആ ഓൾട്ടോ വാഹനത്തിന് മറികടന്ന് പോകാൻ കഴിയാത്ത തരത്തിൽ അതിനോട് ചേർത്ത് നിർത്തുന്നു. പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഇറങ്ങി ഈ കാറിനുള്ളിലേക്ക് പെട്രോൾ ഒഴിച്ചതിന് ശേഷം തീ കൊളുത്തുന്നു. 2 വാഹനങ്ങളും ഒരുപോലെ ഇവിടെ നിന്ന് കത്തുകയായിരുന്നു. ഇതാണ് ഇന്നലെ രാത്രി 9 മണിയോടെ ഈ വലിയ തിരക്കുള്ള റോഡിൽ, ഈ നടു റോഡിൽ ഉണ്ടായ സംഭവം. ആളുകൾ വളരെ അപ്രതീക്ഷിതമായി ഇത് എന്താണ്, ഇതൊരു അപകടമാണോ അതോ എന്തെങ്കിലും സ്ഫോടക വസ്തു എറിഞ്ഞു നടന്ന ഒരു തീപിടുത്തമാണോ എന്നുവരെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിനുശേഷം അല്പം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ച് പത്മരാജൻ തന്നെ ഇതിന് തൊട്ട് സമീപത്ത് 3/4 കിലോമീറ്റർ മാത്രമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കുള്ളത്. ആ പോലീസ് സ്റ്റേഷനിൽ ഓട്ടോയിലെത്തി താൻ ഭാര്യയെയും ഒപ്പമുണ്ടായിരുന്ന ആളെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തി, ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് പോലീസിനെ അറിയിക്കുന്നു. പിന്നീടാണ് ഇതിന്റെ സംഭവങ്ങളൊക്കെ വ്യക്തമായത്. വിശദമായി രാത്രിയിൽ ഇയാളെ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യലിലാണ് ഭാര്യയോട് വൈരാഗ്യമുണ്ടായിരുന്നു, ചില കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഭാര്യയുടെ ബേക്കറി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പങ്കാളിയായിട്ടിരുന്ന ഹനീഷുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ചില പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നു. 1 മാസം മുമ്പാണ് ഈ ബേക്കറി, നിള ബേക്കറി ആശ്രമ മൈതാനത്തിന് സമീപത്ത് തുടങ്ങിയത്. ആ ബേക്കറി നടത്തിപ്പിൽ ഏതാണ്ട് 1.5 ലക്ഷം രൂപയുടെ ഒരു നിക്ഷേപം ഈ ഹനീഷ് എന്ന സഹപങ്കാളി നടത്തിയിരുന്നു. അപ്പോൾ ഹനീഷുമായി ചേർന്ന് അനില ഈ ബേക്കറി നടത്തിപ്പുമായി മുമ്പോട്ട് പോകുന്നതിൽ വ്യക്തിപരമായി അദ്ദേഹത്തിന് ഭർത്താവ് പത്മരാജന് വിയോജിപ്പുണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ പലതവണ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസവും പത്മരാജനും ഹനീഷും തമ്മിൽ ഈ നിള ബേക്കറിയിൽ വെച്ച് കയ്യാങ്കളി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി.
ആ കയ്യാങ്കളിക്കൊടുവിൽ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്നലെ ഈ ബേക്കറിക്കകത്ത് വെച്ച് തന്നെ ചില ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടന്നിരുന്നു. ആ ഒത്തുതീർപ്പ് ചർച്ചകൾ പ്രകാരം ഈ 15-ാം തീയതിക്കകം നിക്ഷേപമായി ഹനീഷ് നൽകിയിരുന്ന 1.5 ലക്ഷം രൂപ കൊടുത്തു തീർത്ത് പൂർണ്ണമായി പത്മരാജനും ഈ അനിലയും തന്നെ ഈ ബേക്കറി ഏറ്റെടുത്ത് നടത്തും എന്ന തരത്തിലേക്കായിരുന്നു ചർച്ചകൾ. അതിനുശേഷം വൈകുന്നേരം 4 മണിയോടെയാണ് ഈ വാഹനത്തിൽ, ഈ മുമ്പിൽ കിടക്കുന്ന വാഹനത്തിൽ പത്മരാജനുമായി തന്നെ അവരുടെ വീട്ടിലേക്ക് അനില പോകുന്നത്. കുട്ടിയെ സ്കൂൾ വിട്ടു വരുന്ന കുട്ടിയെ വീട്ടിലെത്തിച്ചതിന് ശേഷം വീണ്ടും അവർ കടയിലേക്ക് മടങ്ങി വരുന്നു. പക്ഷേ അതിനിടയിൽ പത്മരാജനെ പ്രകോപിപ്പിച്ച കാരണം, അതായത് ഇങ്ങനെ തീ കൊളുത്തി പെട്രോൾ ഒഴിച്ച് ഭാര്യയെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് പത്മരാജനെ പ്രകോപിപ്പിച്ച കാര്യം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 2 കാരണങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഇതിനോടകം ചോദ്യം ചെയ്യലിൽ പത്മരാജൻ വ്യക്തമാക്കിയതെന്നാണ് പറയുന്നത്. അതിലൊന്ന് സാമ്പത്തിക പ്രശ്നങ്ങളാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അപ്പുറം അദ്ദേഹത്തിന് സംശയരോഗം ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഹനീഷുമായി അനിലയ്ക്ക് ഒരു അവിഹിതമായ ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സംശയത്തിലായിരുന്നു ഇങ്ങനെയൊരു പ്രകോപനത്തിലേക്ക് പത്മരാജൻ കടന്നത് എന്ന സൂചനകളാണ് പ്രാഥമികമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ വ്യക്തമാകുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും രാത്രി തന്നെ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു. പക്ഷേ ഈ വാഹനത്തിൽ അനിലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ഹനീഷാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ നേരെ വന്ന് യാതൊരു പ്രകോപനവും കൂടാതെ വാഹനത്തിനുള്ളിലേക്ക് ഈ പെട്രോൾ ഒഴിച്ചതിന് ശേഷം തീ കൊളുത്തിയത് എന്നും അന്വേഷണ സംഘത്തോട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഈ സോണിയോട് മറ്റു തരത്തിലുള്ള വിയോജിപ്പുകളൊന്നും ഈ പത്മരാജന് ഉണ്ടായിരുന്നതായി പത്മരാജൻ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടില്ല. പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിലും അങ്ങനെയുള്ളതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം. അനിലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജില്ലാ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പരിക്കേറ്റ സോണിക്ക് വലിയ തരത്തിലുള്ള പരിക്കില്ല എങ്കിലും ആ പരിക്കേറ്റ് അദ്ദേഹം ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും പോലീസിന്റെ വിശദമായ അന്വേഷണം ഒരു വഴിക്ക് പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ വലിയ തിരക്കേറിയ റോഡിന് നടുവിൽ രാത്രി 9 മണിയോടെ ഇങ്ങനെയൊരു ക്രൂരമായ കൊലപാതകം നടന്നതിന്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും ഈ പ്രദേശവാസികളൊന്നും മുക്തരായിട്ടില്ല. അതാണ് സാഹചര്യം. ഏതായാലും ചെമ്മാമുക്ക് എന്ന് പറയുന്നത് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനോട് ഏതാണ്ട് ചേർന്ന ഒരു പ്രദേശമാണ്, നഗരഹൃദയമാണ്. അവിടെയാണ് ഇത്ര വലിയൊരു ക്രൂരകൃത്യം രാത്രിയിൽ നടന്നത് എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം. സാമ്പത്തിക തർക്കമാണ്. ഈ പത്മരാജൻ്റെ 2ാം വിവാഹമാണിത് എന്ന് മനസ്സിലാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഈ നില ബേക്കേഴ്സ് എന്ന് പറയുന്ന ബേക്കറിയാണ് നടത്തിക്കൊണ്ടിരുന്നത് മരിച്ച ആൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും തർക്കവുമൊക്കെയാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഡാൻ കുര്യനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇടവേളയ്ക്ക് ശേഷം നമ്മോടൊപ്പം ഒരു പ്രധാനപ്പെട്ട ഒരു അതിഥി ചേരും. അതിഥിയുടെ വിശേഷങ്ങളുമായി മടങ്ങിയെത്താം ഉടൻ. ആലപ്പുഴ കളർക്കോട് വാഹനാപകടത്തിൽ മരിച്ച MBBS വിദ്യാർത്ഥികൾക്ക് യാത്രാമൊഴി. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ സംസ്കാര ചടങ്ങുകൾ എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ നടന്നു. ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജിയുടെ സംസ്കാരം നാളെ നടക്കും. ദേവനന്ദന്റെ സംസ്കാരം നാളെ കോട്ടയം മറ്റക്കരയിലെ കുടുംബ വീട്ടിൽ. പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരം. ആലപ്പുഴ കളർക്കോടുണ്ടായ വാഹനാപകടത്തിന് കാരണമായത് അതിവേഗവും മഴയും. നിയന്ത്രണം വിട്ട ടവേര സ്കിഡ് ചെയ്ത് എതിരെ വന്ന ബസ്സിലേക്ക് പാഞ്ഞു കയറി. ബസ് പരമാവധി ഒതുക്കിയിട്ടും കാർ ഇടിച്ചു കയറി. അപകടത്തിൽ ഡ്രൈവർ തെറിച്ച് പുറത്തേക്ക് വീണെന്ന് ദൃക്സാക്ഷികൾ. പുറത്തെടുത്തപ്പോൾ തന്നെ 2 പേർ മരിച്ചിരുന്നുവെന്നും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട പ്രദീപ്. റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലായിരുന്നുവെന്ന് പ്രദേശവാസികൾ. ഇടയ്ക്കിടെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും നാട്ടുകാർ. വാഹനത്തെക്കുറിച്ച് വിശദ അന്വേഷണം നടത്തുമെന്ന് ആലപ്പുഴ കളക്ടർ അലക്സ് വർഗീസ്. വാഹനത്തിന്റെ കാലപ്പഴക്കം, വാടകയ്ക്ക് ലഭിച്ചതെന്നിവയെ സംബന്ധിച്ച് അന്വേഷിക്കും. 14 വർഷം പഴക്കമുള്ളതാണ് വാഹനമെന്നും കളക്ടർ. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി. സംഭവം അത്യന്തം വേദനാജനകമാണെന്ന് പിണറായി വിജയൻ. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ്.
സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയോട് ക്രൂരത. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് ആയമാർ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ പരാതിയിൽ അജിത, മഹേശ്വരി, സിന്ധു എന്നീ 3 ആയമാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പോക്സോ നിയമപ്രകാരമാണ് കേസ്. 7 പേരെ പിരിച്ചുവിട്ടു. ശിശുക്ഷേമ സമിതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറി. പരിമിതികളൊന്നും സ്വപ്നങ്ങൾക്ക് തടസ്സമല്ല തെളിയിച്ചിരിക്കുകയാണ് പത്തനംതിട്ട പന്തളം സ്വദേശി രാകേഷ് കൃഷ്ണൻ. ജന്മനാ സെറിബ്രൽ പാൾസി ബാധിച്ച രാകേഷ് സംവിധാനം ചെയ്ത ആദ്യ സിനിമ ഇപ്പോൾ തിയേറ്ററുകളിലുണ്ട്. കളം അറ്റ് 24 എന്ന സിനിമ തിയേറ്ററുകളിലെത്തുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് രാകേഷ്. വെല്ലുവിളികൾ ഏറെ നേരിട്ടാണ് രാകേഷ് കൃഷ്ണൻ സിനിമാ മേഖലയിലെത്തിയത്. ജന്മന സെറിബ്രൽ പാൾസി ബാധിച്ചതിനാൽ ജീവിതവും പഠനവുമെല്ലാം പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ അതെല്ലാം ആത്മവിശ്വാസം കൊണ്ടാണ് രാകേഷ് നേരിട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ആദ്യ സിനിമ എന്ന ഏറെ നാളത്തെ ആഗ്രഹവും സഫലമായതും. നമ്മൾ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ അത് എത്ര കഷ്ടപ്പെട്ടാലും മുന്നോട്ട് പോയാൽ നമുക്ക് എന്തായാലും വിജയം ഉണ്ടാവും. നമ്മൾ വൈകല്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പോയത് മറ്റുള്ള എങ്ങനെയാണ് കണ്ടോ വിഷയം നമ്മൾ ഫോക്കസ് ചെയ്യുക. മകന്റെ പ്രയത്നത്തിലും നേട്ടത്തിലും ഏറെ അഭിമാനത്തിലാണ് രാകേഷിന്റെ അമ്മ. എനിക്ക് ജീവിതത്തിൽ ഇനി എന്തോ വരാനുള്ള ഇതാണ് അവന്റെ ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ ആഗ്രഹം അവനത് നല്ല നിലയിൽ എത്തിച്ചു എന്നുള്ളതാണ്. അവനത് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് എനിക്കുള്ളത്. ഇത്രയൊക്കെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. പക്ഷെ അവൻ ഇത്രത്തോളം ആയി, അതിനകത്തിലെ അഭിമാനമേ ഉള്ളൂ. ചിത്രത്തിന്റെ സംവിധാനത്തിന് പുറമെ തിരക്കഥയും രാകേഷ് കൃഷ്ണൻ തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത്. പുതുമുഖങ്ങളാണ് ചിത്രത്തിൽ വേഷമിട്ടിട്ടുള്ളത്. സംവിധാന നിലയ്ക്ക് പുള്ളി നല്ലതാണ്. നമ്മൾ കാണുന്ന പോലെ വിചാരിക്കുന്ന പോലെ അല്ല പുള്ളിയുടെ കഴിവ്. നമ്മൾ അതിനകത്ത് നിന്നപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. ആദ്യമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരാളെ കൊണ്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതൊക്കെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ മാറി. പൊളിയാണ് മൊത്തത്തിൽ. ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും നിർമ്മിച്ച് മുൻപും രാകേഷ് കൃഷ്ണൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. കളം അറ്റ് 24 എന്ന ചിത്രം തിയേറ്ററുകളിലെത്താൻ മന്ത്രി സജി ചെറിയാന്റെ സഹായവും രാകേഷിന് ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. രാകേഷ് കൃഷ്ണൻ എന്ന പേര് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. രാകേഷ് നമ്മോടൊപ്പം അതിഥിയാണ്. നമസ്കാരം രാകേഷ്. ഇത് രാകേഷ് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു വാക്കാണ് എന്നെ വല്ലാതെ ആകർഷിച്ചത്. കാരണം നമ്മളൊരു സ്വപ്നം കണ്ടാൽ അത് സഫലമാക്കാൻ വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകണം, അതിൻ്റെ എല്ലാ പ്രയത്നങ്ങൾക്കൊപ്പം നിൽക്കണം എന്നുള്ളതാണ്. രാകേഷിന്റെ ഈ വിജയയാത്രയിൽ ആരൊക്കെയാണ് ഒപ്പം ഉണ്ടായിരുന്നത്? ആരെയൊക്കെയാണ് ഇപ്പോൾ ഓർത്തെടുക്കാനുള്ളത്? കേൾക്കുന്നില്ല രാകേഷ്, കേൾക്കുന്നില്ലേ? ഇപ്പോൾ കേൾക്കാമോ? അല്ല, ഞാൻ ചോദിച്ചത് ഒരു ചോദ്യം. രാകേഷിനൊപ്പം കുറെ സുഹൃത്തുക്കളെ കണ്ടു. ആരൊക്കെയാ? ഇവരൊക്കെയാണോ രാകേഷിനെ ഭയങ്കരമായി സഹായിച്ചതും ഈ വിജയയാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്നതും ഒക്കെ? എന്നെ സഹായിച്ച നമ്മുടെ സുഹൃത്തുക്കളെ തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചുള്ളത്. പിന്നെ എന്താ പറയാ, നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് സുഹൃത്തുക്കളുണ്ട്. പിന്നെ നമ്മളിപ്പം കളം അറ്റ് 24 എന്ന സിനിമ ചെയ്യാൻ തന്നെ കൂടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കാരണം ഓരോരുത്തർക്കൊക്കെ പേരൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഒരാളെ പേര് വിട്ടുപോയ പിന്നെ അത് പിന്നെ എന്റെ പേര് വിഷമമുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഞാൻ ഈ വശത്ത് നോക്കുന്നു. പിന്നെ അതോടൊപ്പം എന്താ പറയാ, ഈ സിനിമ യാഥാർത്ഥ്യമാക്കുന്ന ഏറ്റവും കൂടുതൽ കർഷകർ കൂടെ തന്നെ നമ്മുടെ എഡിറ്റർ ബിഞ്ചുവാണ് നമ്മുടെ ഈ സിനിമയ്ക്ക് എന്റെ എല്ലാ കാര്യത്തിനും ഇടയ്ക്ക് ഈ സമയത്ത് ഈ സിനിമ ഒന്ന് നിന്നുപോയ അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അതിന് ഒരുപാട് കാരണവും ഉണ്ടായിരുന്നു നിന്നുപോകാൻ. അങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു അറിയാതെ നിൽക്കുമ്പോഴാണ് ഞാനും എഡിറ്റിംഗ് ആലോചിച്ചു, നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്ന ആലോചിച്ചു. ആ സമയത്താണ് നമുക്കിത് മുന്നോട്ട് പോവാം എന്ന് തീരുമാനിച്ചത്. അപ്പം അങ്ങനെ നമ്മളിപ്പം ഞാനും എഡിറ്റർ ബിഞ്ചു പിന്നീട് ഈ സിനിമ എന്താണ് ബാക്കി ഫസ്റ്റ് എഡിറ്റ് കംപ്ലീറ്റ് ആക്കി. പക്ഷെ അവിടെ എത്തിക്കാൻ പറ്റിയ ഭയങ്കര പാടായിരുന്നു. ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതൊക്കെ അതൊന്നും മറക്കത്തിലേക്കും അതൊക്കെ ജീവിതത്തിൽ അനുഭവങ്ങളായിട്ടാണ് ഞാൻ
പുറപ്പെട്ടു. ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിചയമുള്ളവർക്ക് പോലും വലിയ പ്രയത്നം വേണ്ടി വരും. അവിടേക്ക് രാജേഷ് എന്ത് ധൈര്യത്തിലാണ് രാകേഷ് ഇറങ്ങിയത്? എന്തായിരുന്നു ഒരു ധൈര്യം? എന്തായിരുന്നു രാകേഷ്? എന്തായിരുന്നു ഒരു ആത്മവിശ്വാസം? ധൈര്യം അത് നമുക്ക് ചെറുപ്പത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടല്ലോ. ഒന്നിനും നമുക്ക് എനിക്ക് എല്ലാത്തിനും വാശിയ. നമുക്ക് ഇപ്പം എന്താ ഇപ്പൊ ഒരാൾ സൈക്കിൾ ഓടിക്കുന്നുണ്ടാവെ, ആ സൈക്കിൾ ഓടിക്കണം എനിക്ക് ഭയങ്കര വാശിയ. അപ്പം അതുപോലെ ചെറുപ്പത്തിൽ നല്ല വാശി ഉണ്ടായി, നമുക്ക് എന്തും നേടാനുള്ള വാശി. പിന്നെ ഞാൻ വീണ് പോകത്തില്ല എന്നൊരു വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ട്. എല്ലാവരും പുതിയ ആളുകളാണല്ലേ ഇതിലുണ്ടായിരുന്ന അഭിനയിച്ചവരൊക്കെ? പുതിയ ആളുകളാണല്ലേ എല്ലാം? കാരണം നമുക്ക് സാമ്പത്തിക ഭദ്രത ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഇത് പുതിയ ആൾക്കാരെ വെച്ച് നമ്മൾ ഓഡിഷൻ തിരഞ്ഞെടുത്താണ് ഈ സിനിമ ആർട്ടിസ്റ്റിനെ തിരഞ്ഞെടുത്തത്. പിന്നെ നമ്മൾ സാമ്പത്തികം വലിയ രീതിയിൽ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുതുമുഖം വെച്ച് പ്ലാൻ ചെയ്ത്. പക്ഷെ എങ്കിലും നല്ലൊരു ഫോട്ടോ അവരും എടുത്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അമ്മയുടെയും ഒക്കെ വലിയ സന്തോഷം കണ്ടു, അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ, രാകേഷ് ഇത്ര വലിയ കാര്യം ചെയ്തതിൽ. എന്താ അവരുടെ ഒരു പിന്തുണ എങ്ങനെയായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ? കേട്ടിരുന്നു അച്ഛനും അമ്മയുടെ വലിയ സന്തോഷം കണ്ടു. എനിക്കിനി ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്നാണ് അമ്മ ചോദിച്ചത്. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഫീൽഡ് ആദ്യമായിട്ട് ഇറങ്ങുന്നത് തന്നെ അമ്മയുടെ ഒരു ഇതുണ്ട്. കാരണം നമുക്ക് എന്താ പറയാ, നമുക്ക് 2011 തോന്നുന്നു ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തു. ആദ്യം അവതരിപ്പിച്ച അമ്മയുടെ മുന്നമ്മ എനിക്ക് ഷോർട്ട് ഫിലിം ചെയ്യണം. അപ്പം അച്ഛനും അച്ഛൻ പിന്നെ അത് വലിയ കാര്യമായിട്ടില്ല, നീ എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞു പറഞ്ഞു. അച്ഛന്മാരൊക്കെ പൊതുവെ അങ്ങനെയാണ് രാകേഷ്, അവര് മനസ്സിൽ വെക്കുകയുള്ളൂ. നാട്ടിൻ പോയിട്ട് അച്ഛന്മാർ എങ്ങനെയായിരിക്കും എല്ലാ കാര്യവും നമുക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ടെങ്കിലും അത് തോന്നാൻ സമ്മതിക്കത്തില്ല. അത് വെച്ചാൽ അവരുടെ ഉള്ളിൽ നല്ല സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ സത്യം പറഞ്ഞ ഈ സിനിമ ഇടയ്ക്ക് നിന്ന് പോയപ്പം സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നം വന്നപ്പം അച്ഛന്റെ മോതിരം ഊരി എനിക്ക് തന്നു. ഇത് മോതിരം ഊരി തന്നു. ആ പണം വെച്ചിട്ടാണ് ബാക്കി പോർഷൻ കംപ്ലീറ്റ് ചെയ്തത്. ഇങ്ങനെ ഇതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ മനസ്സിലായോ. ഇതൊക്കെ പുറത്ത് അറിയാൻ പിന്നെ പെങ്ങള് ചോദിച്ചു അച്ഛന്റെ പേര് എങ്ങും പറയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു അച്ഛന്റെ പേര് പറയാൻ ഒരു അവസരം ഉണ്ടെന്ന് ഞാൻ പറയും. കാരണം അച്ഛൻ ഉണ്ടെങ്കിലല്ല ഈ രാകേഷ് കൃഷ്ണ ഉണ്ടാവത്തുള്ളൂ. അമ്മ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കും. എന്റെ അമ്മേനെ ബാക്കിലാണ് അച്ഛൻ നിൽക്കുന്നതാണ്. എപ്പോഴും എങ്ങനെയാണല്ലോ. അതെ അതാണ്. അപ്പൊ ഈ രാകേഷേ, നമ്മൾ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ആരെങ്കിലും ഒക്കെ വിളിച്ചോ രാകേഷിനെ? സിനിമ കേട്ടില്ലെന്തോ? സിനിമ ഇറങ്ങിയതിന് ശേഷമേ ഒരുപാട് പേര് വിളിച്ചോ, സംസാരിച്ചോ? പിന്നെ തീർച്ചയായിട്ടും നമ്മളെ ഒരുപാട് വിളിച്ചു. നമ്മളെ വിളിക്കാൻ മറന്നുപോയ ആൾക്കാരെ വിളിച്ചു. പിന്നെ നമ്മളെ വരി വെച്ചിട്ട് നമ്മളെ കാട് വരി ഇട്ടിട്ട് പോയ ആൾക്കാരെ വിളിച്ചു. അവരൊന്നും എനിക്ക് റിവഞ്ചോ ഒന്നുമില്ല കേട്ടോ. അവരെയൊക്കെ ഭയങ്കര സന്തോഷം. കാരണം അവരും എന്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ സിനിമ ചെയ്യും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വൈകി പോകുന്നു വിചാരിച്ചില്ല. ഇനി എന്താ രാകേഷ്, ഒരു ഇനിയും ഉണ്ടോ, സിനിമകളുണ്ടോ മനസ്സിൽ? എന്താ ഇനി മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാ? എനിക്കിനും അടുത്ത സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് എന്താ പറയാ, എനിക്ക് മലയാള സിനിമയിലെ എനിക്ക് അറിയാവുന്ന ഒന്നും ആർട്ടിസ്റ്റുകളുണ്ട്. ഒന്നും കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് നമ്മുടെ 2-3 സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതൊക്കെ ഒന്ന് അവരെ കാണിച്ച് ഓക്കെ ആണെങ്കിൽ അടുത്ത വർഷം ജനുവരിയിൽ തന്നെ വീണ്ടും സിനിമ ചെയ്യാനുള്ള ഒരു ഘട്ടത്തിലാണ്. തിരക്കഥയൊക്കെ തയ്യാറാണല്ലേ? തിരക്കഥയൊക്കെ തയ്യാറാണ്. ഇനി പ്രൊഡ്യൂസർ വന്നാൽ മതി. പ്രൊഡ്യൂസർ വന്നാൽ മതി. രാകേഷ്, എന്തായാലും രാകേഷിനോട് ഞാൻ സംസാരിക്കുമ്പോൾ
ഈ ശാരീരികമായ ചില അസ്വസ്ഥതകളുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ രാകേഷ് പൂർണ്ണമായും ഒരു സംവിധായകനാണ്, എല്ലാ മനക്കരുത്തുമുള്ള ആളാണ്. ഇതേ മനക്കരുത്തോടു കൂടി രാകേഷിൻ്റെ മുന്നോട്ടുള്ള ഉദ്യമങ്ങൾ നമുക്കിനിയും കാണണം. പുതിയ പുതിയ സിനിമകളുടെ ചർച്ചകൾ നടത്തണം, ഇതുപോലെ നമുക്ക് അഭിമുഖം നടത്തണം. അങ്ങനെ വലിയൊരു സ്വപ്നത്തിലാണ് ഞാനും. രാകേഷിൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കുമുള്ള പിന്തുണ എൻ്റെയും ന്യൂസ് 18 ചാനലിൻ്റെ ഭാഗത്ത് നൽകുകയാണ്. വലിയൊരു മനുഷ്യനാണ് താങ്കൾ, വലിയ മനുഷ്യനാണ്, വലിയ ആത്മവിശ്വാസമുള്ള ആളാണ്. ഈ ആത്മവിശ്വാസത്തോടെ താങ്കൾ മുന്നോട്ട് പോകണം എന്നുള്ള എല്ലാ ആശംസകളും നേരുന്നു. നമ്മളൊക്കെ എത്രയോ ചെറിയ ആളുകളാണ് താങ്കളുടെ മുന്നിൽ എന്നെനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നു. രാകേഷ്, നന്ദി ഇത്രയും നേരം സഹകരിച്ചതിന്. എല്ലാ ആശംസകളും. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസിൽ അശ്വതി ചേരും. ആലപ്പുഴ കളർക്കോട് വാഹനാപകടത്തിൽ മരിച്ച MBBS വിദ്യാർത്ഥികൾക്ക് യാത്രാമൊഴി. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ സംസ്കാര ചടങ്ങുകൾ എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ നടന്നു. ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജിയുടെ സംസ്കാരം നാളെ നടക്കും. ദേവനന്ദന്റെ സംസ്കാരം നാളെ കോട്ടയം മറ്റക്കരയിലെ കുടുംബ വീട്ടിൽ. പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരം. ആലപ്പുഴ കളർക്കോടുണ്ടായ വാഹനാപകടത്തിന് കാരണമായത് അതിവേഗവും മഴയും. നിയന്ത്രണം വിട്ട ടവേര സ്കിഡ് ചെയ്ത് എതിരെ വന്ന ബസ്സിലേക്ക് പാഞ്ഞു കയറി. ബസ് പരമാവധി ഒതുക്കിയിട്ടും കാർ ഇടിച്ചു കയറി. അപകടത്തിൽ ഡ്രൈവർ തെറിച്ച് പുറത്തേക്ക് വീണെന്ന് ദൃക്സാക്ഷികൾ. പുറത്തെടുത്തപ്പോൾ തന്നെ 2 പേർ മരിച്ചിരുന്നുവെന്നും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട പ്രദീപ്. റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലായിരുന്നുവെന്ന് പ്രദേശവാസികൾ. ഇടയ്ക്കിടെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും നാട്ടുകാർ. വാഹനത്തെക്കുറിച്ച് വിശദ അന്വേഷണം നടത്തുമെന്ന് ആലപ്പുഴ കളക്ടർ അലക്സ് വർഗീസ്. വാഹനത്തിന്റെ കാലപ്പഴക്കം, വാടകയ്ക്ക് ലഭിച്ചതെന്നിവയെ സംബന്ധിച്ച് അന്വേഷിക്കും. 14 വർഷം പഴക്കമുള്ളതാണ് വാഹനമെന്നും കളക്ടർ. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി. സംഭവം അത്യന്തം വേദനാജനകമാണെന്ന് പിണറായി വിജയൻ. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ്. സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയോട് ക്രൂരത. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് ആയമാർ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ പരാതിയിൽ അജിത, മഹേശ്വരി, സിന്ധു എന്നീ 3 ആയമാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പോക്സോ നിയമപ്രകാരമാണ് കേസ്. 7 പേരെ പിരിച്ചുവിട്ടു. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചു. അപകടം കൊല്ലം ആര്യങ്കാവിൽ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് ബസ് മറിഞ്ഞത്. ദർശനം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ബസ്സിലുണ്ടായിരുന്നത് 50 യാത്രക്കാർ. പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM പുറത്താക്കിയ മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഇന്ന് BJPയിൽ ചേരും. BJP ആസ്ഥാനമായ മാരാർജി ഭവനിൽ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പാർട്ടി അംഗത്വം നൽകും. ഇന്നലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ മധുവിന്റെ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. DYFI നേതാവായിരുന്ന മകൻ മിഥുനും മധുവിനൊപ്പം BJPയിൽ ചേരും. ചേലക്കരയിൽ നിന്ന് വിജയിച്ച UR പ്രദീപും പാലക്കാട് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലും ഇന്ന് MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്യും. നിയമസഭ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിലാണ് സ്പീക്കർ AN ഷംസീറിന് മുമ്പാകെ ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്യുക. UR പ്രദീപ് 2016-ലും ചേലക്കരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയിലെത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായാണ് സഭയിലെത്തുന്നത്. കേരയിൽ നിർണായക ചർച്ച നാളെ. ദക്ഷിണ റെയിൽവേ ഉദ്യോഗസ്ഥരും കേരയിൽ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ച കൊച്ചിയിൽ. ബ്രോഡ്ഗേജ് പാതയിലേക്ക് കേരയിൽ പദ്ധതി പരിഷ്കരിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ചർച്ച ചെയ്യും. വേഗം കൂടിയ ചരക്ക് ട്രെയിൻ ഓടിക്കാൻ കഴിയുന്ന രീതിയിൽ പാത നിർമ്മിക്കണമെന്ന നിർദ്ദേശവും ചർച്ചയാകും. ഇടുക്കിയിലെ ഏലമലകൾ സംബന്ധിച്ച വിഷയം സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. വനഭൂമി ആക്കണമെന്ന അവകാശവാദങ്ങൾ തള്ളുമെന്നും പട്ടയം വിതരണം അടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂല ഇടപെടൽ ഉണ്ടാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് കർഷകർ. CHR റവന്യൂ ഭൂമിയാണെന്നതടക്കമുള്ള എല്ലാ ആധികാരിക രേഖകളും സർക്കാർ സമർപ്പിച്ചിട്ടുണ്ടെന്ന് CPI ഇടുക്കി ജില്ലാ നേതൃത്വം അറിയിച്ചു.
തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയോട് ക്രൂരത കാണിച്ച കേസിലെ പ്രതികളെ റിമാൻഡ് ചെയ്തു. ശിശുക്ഷേമ സമിതിയിലെ ആയമാരായിരുന്ന അജിത, മഹേശ്വരി, സിന്ധു എന്നിവർ റിമാൻഡിൽ. ഇവരെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി. പ്രതികൾക്കെതിരെ പോക്സോ വകുപ്പിന് പുറമെ ജുവനൈൽ ജസ്റ്റിസ് വകുപ്പ് കൂടി ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് മ്യൂസിയം പോലീസ് അറിയിച്ചു. സംഭവത്തിൽ CWCയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കൊല്ലത്ത് ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്ന പ്രതി പത്മരാജന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ രാത്രിയാണ് കൊല്ലം നഗരത്തിലെ ചെമ്മാമുക്കിൽ ബേക്കറി ഉടമയായ അനിലയും സോണിയും സഞ്ചരിച്ച കാറിൽ തീ വെച്ചത്. പരിക്കേറ്റ സോണി ചികിത്സയിലാണ്. ആലപ്പുഴയിൽ അപകടത്തിൽ മരിച്ച 2 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന് നടക്കും. ആയുഷിന്റെ സംസ്കാരം രാവിലെ 10 മണിക്ക് കാവാലത്ത് നടത്തും. 2 മണിയോടെ പാലായിലെ താവാട്ടുവളപ്പിലാണ് ദേവാനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ. ആലപ്പുഴ അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സ വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് യോഗം ഇന്ന് ചേരും. ചികിത്സയിലുള്ള ഒരു വിദ്യാർത്ഥിയുടെ നില അതീവ ഗുരുതരമാണ്. അപകട സമയത്ത് കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ബസ് ഡ്രൈവർ കുറ്റക്കാരനല്ലെന്നും അപകട മരണങ്ങളിൽ പ്രാഥമിക റിപ്പോർട്ടിൽ പ്രതി ചേർക്കുന്നത് സ്വാഭാവികമെന്നും പോലീസ് അറിയിച്ചു. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. സ്പോട്ട് ബുക്കിംഗ് വഴി 12,239 പേരെത്തി. മണ്ഡലകാലം തുടങ്ങി ഇതുവരെയും 13,92,335 തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങിയത്. ഇന്ന് നാവികസേനാ ദിനം. ഒഡീഷയിലെ പുരി ബ്ലൂ ബീച്ചിൽ നാവികസേനാ ദിനം ആഘോഷിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. സൈനികാഭ്യാസം ഉണ്ടാകും. മറ്റു നാവികസേനാ മേഖലാസ്ഥാനങ്ങളിലും ആഘോഷങ്ങളുണ്ട്. 1971 ഇന്ത്യ പാക് യുദ്ധകാലത്തെ നാവികാക്രമണമായ ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ വാർഷികമായാണ് നാവികദിനം ആചരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ പുതിയ മഹായുതി സഖ്യ സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാകും ദേവേന്ദ്ര ഫട്നാവിസിന്റെ സത്യപ്രതിജ്ഞ. കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കാൻ സഖ്യകക്ഷികൾ അവസാന മണിക്കൂറുകളിലും ശ്രമം തുടരുകയാണ്. അഗർത്തലയിലെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ ഓഫീസിൽ നടന്ന പ്രതിഷേധത്തിൽ നിലപാട് കടുപ്പിച്ച് ബംഗ്ലാദേശ്. ത്രിപുരയിലെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ ഓഫീസിലെ പ്രവർത്തനം ബംഗ്ലാദേശ് നിർത്തി. ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെ വിദേശകാര്യ ഓഫീസിൽ വിളിച്ചുവരുത്തി. ആക്ടിംഗ് ഫോറിൻ സെക്രട്ടറി M. റിയാസ് ഹമീദുള്ള സംഭവത്തിൽ ബംഗ്ലാദേശിനുള്ള അതൃപ്തി അറിയിച്ചു. ബംഗ്ലാദേശിലെ സന്യാസിമാരോടും അനുയായികളോടും അഭ്യർത്ഥനയുമായി ഇസ്കോൺ. സുരക്ഷയ്ക്കായി നടപടികൾ സ്വീകരിക്കണമെന്ന അഭ്യർത്ഥന. അതേസമയം ചിന്മയ് കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചാറ്റഗ്രാം കോടതി ജനുവരി 2 മാറ്റി. നേരം ഇരുട്ടി വെളുക്കും മുമ്പ് ദക്ഷിണ കൊറിയയിലെ പട്ടാള ഭരണം പിൻവലിപ്പിച്ച് ജനം. ജനാധിപത്യം തിരികെ വേണമെന്ന മുദ്രാവാക്യങ്ങളുമായി ജനം പാർലമെന്റ് വളഞ്ഞു. ഇന്നലെ പട്ടാള ഭരണം പ്രഖ്യാപിച്ചത് പ്രസിഡന്റ് യൂൻ സോക് യാൽ. സിറിയയിൽ സർക്കാരിനെതിരെ വിമത കലാപം രൂക്ഷമാകുന്നു. രാജ്യത്തെ 2ാമത്തെ വലിയ നഗരമായ ആലപ്പോ പിടിച്ചടക്കിയ വിമത സംഘം ഹമാ നഗരത്തിന്റെ വടക്കൻ അതിർത്തിയിലേക്ക് പ്രവേശിച്ചുവെന്നാണ് റിപ്പോർട്ട്. വിമതരെ ഒതുക്കാൻ അതിശക്തമായ നീക്കങ്ങളുമായി പ്രസിഡന്റ് ബാഷർ അൽ അസദ് സർക്കാരും റഷ്യയും. പ്രാദേശിക വാർത്തകൾ. എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ ലാപ്ടോപ്പ് നൽകുമെന്ന അറിയിപ്പ് വ്യാജമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിലാണ് സന്ദേശം പ്രചരിപ്പിക്കുന്നത്. അപേക്ഷകരുടെ വിവരങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടാണ് തട്ടിപ്പ്. വാട്സ്ആപ്പ് സന്ദേശം വഴി ലിങ്ക് എത്തിച്ചുള്ള തട്ടിപ്പിൽ വീഴരുതെന്നും മന്ത്രി. KSRTC പെൻഷൻ ഓർഗനൈസേഷൻ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമരം. പെൻഷൻ പരിഷ്കരിക്കുക, ഓണം ഉത്സവബത്ത പുനഃസ്ഥാപിക്കുക, പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. യുവ സംരംഭകർക്ക് വഴിതെളിച്ച പെരിന്തൽമണ്ണയിൽ വീണ്ടും
സ്കെയിലപ്പ് കോൺക്ലേവിന്റെ 2ാം എഡിഷൻ ഫെബ്രുവരി 15-16 തീയതികളിൽ പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് നജീബ് കാന്തപുരം MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ വ്യവസായ IT പാർക്കും 50 സംരംഭങ്ങളും 2000 തൊഴിലവസരങ്ങളുമാണ് ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം വർക്കല ചെമ്മരുതിയിൽ കിണർ വെള്ളത്തിൽ രാസവസ്തുവിന്റെ സാന്നിധ്യം. പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. രാസവസ്തു സാന്നിധ്യം 20ഓളം വീടുകളിലെ കിണറുകളിൽ. ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതരുടെ ഉറപ്പ്. തിരൂർ കൂട്ടായിയിൽ മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ട് യുവാവ് മരിച്ചു. പുതിയ കടപ്പുറം സ്വദേശി കടുവണ്ടിപ്പുരയ്ക്കൽ യൂസഫാണ് മരിച്ചത്. കൂട്ടായിൽ നിന്നും 4 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കൊല്ലം കുമ്മിൾ കിഴുനിലയിൽ വീടിന്റെ ഭിത്തി തകർന്നു വീണ തൊഴിലാളി മരിച്ചു. കിഴുനില സ്വദേശി സലീമാണ് മരിച്ചത്. നിർമ്മാണ തൊഴിലാളിയായ സലീം പഴയ വീട് പൊളിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തീവണ്ടിയിലും ബസ് സ്റ്റാൻഡിലും തിരക്കുണ്ടാക്കി യാത്രക്കാരുടെ മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്നയാൾ പോലീസ് പിടിയിൽ. കണ്ണൂർ വളപട്ടണം സെയ്ബു മൻസിലിൽ മുഹമ്മദ് ഷഹീറിനെയാണ് ആലുവ പോലീസ് പിടികൂടിയത്. ഒക്ടോബറിൽ കാക്കനാട് ജയിലിൽ നിന്നും പുറത്തിറങ്ങി പുതിയ മോഷണത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് ഇയാൾ പിടിയിലായത്. മോഷണം നടത്തിയ മൊബൈലുകളും കണ്ടെടുത്തു. ഇതര സംസ്ഥാന തൊഴിലാളികളെ ആക്രമിച്ച് കവർച്ച നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. വടക്കേക്കര പട്ടണം കവല പുത്തൂരം പറമ്പിൽ സോബിൻ കുമാറിനെയാണ് ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി വധശ്രമം, കവർച്ച, മോഷണം തുടങ്ങി 15ലേറെ കേസുകളിൽ പ്രതിയാണ്. കൊല്ലം കണ്ണനല്ലൂരിൽ വീടിന്റെ വാതിൽ തകർത്ത് മോഷണശ്രമം നടത്തിയ പ്രതി അറസ്റ്റിൽ. പള്ളിമൺ ഇലവൂർ സ്വദേശി പ്രേംരാജാണ് അറസ്റ്റിലായത്. നെടുമ്പന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമായിരുന്നു മോഷണശ്രമം. വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ അടുത്ത വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കൊട്ടാരക്കര കോടതി റിമാൻഡ് ചെയ്തു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. നമുക്കിനി ശബരിമല വാർത്തയിലേക്ക് പോകണം. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. രാവിലെ 7 മണി വരെ 26,970 തീർത്ഥാടകർ സന്നിധാനത്തെത്തി. മണ്ഡലകാലം തുടങ്ങിയ ശേഷം ഇതുവരെ 13,92,335 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. കനത്ത മഴയെ തുടർന്ന് അടച്ചിട്ട പുല്ലുമേട് വഴിയുള്ള പാതയും പരമ്പരാഗത കാനന പാതയും ഇന്ന് തുറക്കും. CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, കഴിഞ്ഞ 2 ദിവസമായുള്ള പ്രശ്നം ഈ മഴയായിരുന്നു. ഒപ്പം കാനനപാത വഴി പുറപ്പെട്ട ഒരുപാട് പേർക്കൊരു ആത്മസാഫല്യമാണല്ലോ കാനനപാത വഴി ദർശനം നടത്തി മടങ്ങുക എന്നുള്ളത്. അതിന് സാധിക്കാതിരുന്ന ഒരുപാട് ഭക്തരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇന്ന് അതിന് സാധിക്കുമെന്നത് പ്രധാനമാണ്. ഒപ്പം കാലാവസ്ഥയും അനുയോജ്യമാണല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. തീർത്ഥാടകർക്കെല്ലാം സുഗമമായി ദർശനം നടത്താൻ കഴിയുന്ന സാഹചര്യം. മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥയില്ല. നടപ്പന്തലിൽ മുതൽ മാത്രമാണ് നിയന്ത്രണങ്ങളുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറയുന്നത് പോലെ മുൻപൊക്കെ 80,000-ഓളം പേർ വരുമ്പോഴേക്കും പലയിടങ്ങളിലായി ആളുകൾ കുടുങ്ങിക്കിടക്കുകയും അവർക്ക് പ്രാഥമിക കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുകയും അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുമായിരുന്നു. ഇക്കുറി അതിലൊക്കെ വലിയ മാറ്റമാണ് ഉണ്ടായത്. ഇത്രയും പേർ വന്നിട്ട് പോലും നമുക്ക് ഇവിടെ നിന്നും ഒരു ആളുകളുടെ പരാതി വരുന്നില്ല എന്നുള്ളതാണ്. സുഗമമായിട്ടെല്ലാം മുന്നോട്ട് പോകുന്നു. നടപ്പന്തൽ വരേക്ക് ആളുകൾക്ക് വലിയ തടസ്സമില്ലാതെ എത്തിച്ചേരാൻ കഴിയും. നടപ്പന്തലിൽ സ്വാഭാവികമായിട്ടും കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തീർത്ഥാടകർക്കെല്ലാം തന്നെ അറിയാം. അങ്ങനെ ആ നടപ്പന്തലിൽ മാത്രമാണ് ഏറെ സമയം കാത്തു നിൽക്കേണ്ട ഒരവസ്ഥയുള്ളത്. അപ്പോൾ പോലീസിന്റെ സംവിധാനങ്ങളാണെങ്കിലും ദേവസ്വം ബോർഡിന്റെ സംവിധാനങ്ങളാണെങ്കിലും എല്ലാ തീർത്ഥാടകർക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിൽ കാര്യങ്ങൾ ഒരുക്കി നൽകുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതുതന്നെയാണ് ഈ തീർത്ഥാടനകാലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് തോന്നുന്നത്. തിരക്ക് നിയന്ത്രണ വിധേയമായിട്ട് തുടരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും ഈ ഒരുക്കങ്ങളിലും കാര്യങ്ങൾ നടത്തിപ്പിലുമുള്ള നേരത്തെ തന്നെയുള്ള തീരുമാനങ്ങളും അതിലെ നടത്തിപ്പുമാണ്. അപ്പോൾ തീർത്ഥാടനകാലം സുഗമമായി മുന്നോട്ട് പോകുന്നു. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ കാണാം, തെളിഞ്ഞ അന്തരീക്ഷമാണ്. തീർത്ഥാടകരായിട്ട് ധാരാളം പേര് എത്തിച്ചേരുന്നു. ഇപ്പോൾ നമുക്ക് ലഭ്യമായ കണക്ക് പ്രകാരം 26,000-ലധികം പേര് ഇതിനോടകം തന്നെ സന്നിധാനത്തേക്ക് ഈ ഒരു സമയം കൊണ്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 3,000-നും 4,000-നും ഇടയിൽ തീർത്ഥാടകർ മണിക്കൂറിൽ
18-ാം പടി കയറുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അടച്ചിട്ട കാനനപാതയും അതുപോലെ തന്നെ പുള്ളിമേട് പാതയും ഇന്ന് തുറന്നു കൊടുക്കും. 10 മണിക്ക് ശേഷമായിരിക്കും തീർത്ഥാടകർക്ക് അതുവഴി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വഴി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആളുകളെ കടത്തിവിടാൻ അനുവദിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണാം. ചോറൂണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മോശം കാലാവസ്ഥ കാരണം കുട്ടികളുമായിട്ടൊന്നും വരാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ നിരവധി ചോറൂൺ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് തന്നെ 8-ാമത്തെയോ 9-ാമത്തെയോ ആണ് ഈ ഒരു ചോറൂണ്. ചെറിയ കുട്ടികൾ മുതൽ 6-7 വയസ്സായ കുട്ടികളെ വരെ ചോറൂണ് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വിശ്വാസം തന്നെയാണ്. വിശ്വാസികൾ ചോറൂണ് ശബരിമലയിൽ നടത്തിക്കൊള്ളാമെന്ന് നേരുകയും പിന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വരാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരൊക്കെയാണ് 7 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ചോറൂട് നൽകുന്ന ഒരു കാഴ്ച. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് ചോറൂണൊന്നും നടത്താൻ കഴിയാത്ത ആളുകൾ അത്രയും ഈ മോശം കാലാവസ്ഥ കാരണം എത്താത്തൊരു സാഹചര്യമാണ്. ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കാലാവസ്ഥയും സുരക്ഷിതമായൊരു സാഹചര്യവും വേണമല്ലോ. അപ്പോൾ അതെല്ലാം മാറി ഇപ്പോൾ കൂടുതൽ കുട്ടികളെ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് സന്നിധാനത്തേക്ക്. എന്നുകൂടി കാണിക്കുവാനാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എന്താണെങ്കിലും സുഗമമായ ഒരു തീർത്ഥാടന കാലമാണ് സന്നിധാനത്ത് ഇപ്പോൾ മണ്ഡലം പകുതിയാകുമ്പോൾ പിന്നിടുന്നത്. ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് കൂടാതെ എത്തിച്ചേരാൻ കഴിയുന്നു. ദർശനം നടത്തി തിരിച്ചു പോകാൻ കഴിയുന്നു. പോലീസിന്റെ ഭാഗത്താണെങ്കിലും ദേവസ്വം ബോർഡിന്റെ ഭാഗത്താണെങ്കിലും തീർത്ഥാടകർക്ക് സഹായകമാകുന്ന നിലപാടുകൾ സൗകര്യങ്ങൾ ഒരുക്കുന്നു. ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സ്വാഭാവികമായിട്ടും, അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നു ഈ തീർത്ഥാടനകാലം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും കഴിഞ്ഞ വർഷങ്ങളെ പോലൊന്നും യാതൊരു പരാതിയുമില്ല. സുഗമമായ തീർത്ഥാടന കാലം, ഇങ്ങനെയും ശബരിമല തീർത്ഥാടന കാലം കൊണ്ടുപോകാം എന്ന് തെളിയിക്കുകയാണ് ഈ വർഷം. അനുമോദാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. എന്താണ് ശബരിമലയിൽ തെങ്ങിൻ തൈ നടാനുള്ള കാരണമെന്നറിയാമോ? അതിന് പിന്നിലെ കാര്യങ്ങളാണ് ഈ സ്പെഷ്യൽ റിപ്പോർട്ടിൽ. പതിനെട്ട് എന്ന സംഖ്യ ഭാരതീയ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലുമൊക്കെ ഏറെ പ്രധാനപ്പെട്ടതാണ്. 18-ന് ശബരിമലയിലും ഏറെ പ്രാധാന്യമുണ്ട്. 18-ാം പടി, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നിപ്പോൾ മറ്റൊരു കാര്യമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 18 വർഷം പടി കയറിയാൽ അതിൻ്റെ അടയാളമായി തെങ്ങിൻ തൈ നടും. അത് കാലങ്ങളായി വിശ്വാസികൾ പിന്തുടരുന്ന ഒരാചാരമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശബരിമല ഭസ്മക്കുളത്തിന് അടുത്താണ്. ഇവിടെയാണ് വിശ്വാസികൾ 18 വർഷം പൂർത്തിയാക്കിയതിൻ്റെ അടയാളമായി തെങ്ങിൻ തൈ നടുന്നത്. சாமியை சரணமையப்பா. ஆமாம் சாமி, 18 வருஷம் பூர்த்தி ஆனதுக்கு அடையாளம். பகவானுக்கு தெரியப்படுத்துகிறோம், நாங்கள் 18 வருஷம் பூர்த்தி ஆயிடுச்சு அப்படிங்கிறது நாங்கள் நிறைவேற்றுறோம். இது கடமை, எங்கள் கடமை. இது 18 வருஷம் வந்ததுக்கப்புறம் கடமை. உங்களுக்கு குருசாமி அருள் செய்த எங்களுக்கு குருசாமி முதல்ல சொன்னார். நான் வச்சுட்டேன். அடுத்து இவர் இந்த சாமியை நிறைவேற்றிட்டாரு. இப்போ அந்த சாமிகளை கூட்டு வந்துருக்கோம். ஆமாம். இதுக்கு என்ன பின்னில் என்ன இருக்குது? இந்த தேங்காய் வைக்கிறதுக்கு இது எங்கள் குருசாமி சொன்னது வந்து இது 18 வருஷம் பூர்த்தியானது நிறைவேற்றணும். அதாவது ஒவ்வொரு வருஷத்துக்கு ஒரு மூணாவது வருஷம் வந்தால் மணி கட்டிட்டு வர்றோம். 3ஆவது வருஷம் நிறைவேற்றுறதுக்கு. அது மாதிரி 18 வருஷம் பூர்த்தியானதுக்கு ஒரு தென்னைக்கண்டு வந்து வைக்கிறோம் நாங்கள். இப்போ அவங்க 2 பேரும் வந்து 18 வருஷம் முடிச்சுட்டாங்க. குருசாமி உத்தரவில் 2 பேரும் வந்து திக்காங்க 2 தென்னங்கண்டு ஊண்டிட்டோம். இன்னும் அடுத்து எங்கள்கிட்ட நிறையா 18 பேர் நாங்கள் வந்திருக்கோம். இதே மாதிரி ஒவ்வொருத்தவங்களும் 18 வருஷம் முடிஞ்ச உடனே குருசாமி தலைமையில் வந்து நாங்கள் ஒவ்வொன்றா ஊண்டிடுவோம். 18 வருஷம் முடிஞ்ச உடனே ஒரு தென்னங்கண்டு ஊண்டி எங்களுடைய கடமையை நம்பிக்கை நம்பிக்கை தான். 18 മല ആയി കഴിഞ്ഞാൽ ഗുരുസ്വാമിയാണ്. അങ്ങനെ അതിൻ്റെ ആചാരമായിട്ടാണ് ഇവിടെ തെങ്ങ് വയ്ക്കുന്നത്. 18 വർഷം വന്നു കഴിഞ്ഞു. 18 സീസൺ ടൈമിൽ 18 വർഷമായി. അല്ലാതെ ഒരു 25 പ്രാവശ്യം എന്തോ വന്നിട്ടുണ്ട്. ആരാ ഗുരുസ്വാമിയാണോ നിങ്ങളോട് പറഞ്ഞു? അതെ ഗുരുസ്വാമിയാണ്. ഗുരുസ്വാമി എൻ്റെ അച്ഛൻ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ വേറെ ആചാരങ്ങൾ എന്തെങ്കിലും അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്? ഗുരുസ്വാമി പറഞ്ഞു ഗുരുസ്വാമി ചെയ്യുന്നു എന്നുള്ളത് ഇത് 18 മല ചവിട്ടി അതിൻ്റെ ഒരു ആചാരമായിട്ടാണ് വെക്കുന്നതാണ് അച്ഛൻ. 18 വർഷം പടി കയറിയാൽ
എന്തിനാണ് തെങ്ങിൻ തൈ നടുന്നത്? ഈ ചോദ്യത്തിന് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് ഇങ്ങനെയാണ് മറുപടി പറയുന്നത്. ശരിക്കും അങ്ങനെ ഉണ്ട്. നമ്മുടെ ഹൈന്ദവ സങ്കല്പം പ്രകൃതി ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രകൃതിയുമായിട്ട് വളരെ ചേർന്നിരിക്കുന്ന ഒരു സങ്കല്പമാണ്. പ്രകൃതിയെ നമ്മൾ പൂജിക്കാറുണ്ട്. പ്രകൃതി ഈശ്വരന്റെ ഒരു ഭാഗമാണ്, ഈശ്വര ചൈതന്യം നിറഞ്ഞതാണെന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. അപ്പോൾ 18 വർഷമാകുമ്പോൾ പ്രതീകമായിട്ട് ഈ വനവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരു തെങ്ങിൻ തൈ കൽപ്പവൃക്ഷമാണ് കൊണ്ട് വയ്ക്കേണ്ടത് എന്നുള്ളൊരു സങ്കല്പമുണ്ട്. തീർച്ചയായിട്ടും ഈ തെങ്ങിൻ തൈ നടൽ ഇന്നൊരു പ്രതീകാത്മക ചടങ്ങാണ്. കാരണം ഇത് ഇവിടെ നടുക മാത്രമാണ് ചെയ്യുക. ഇത് കരാറെടുത്തവർ പിന്നീട് ഏതെങ്കിലും ഫാമുകളിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ ശബരിമല എന്നേ ഒരു കേരവനമായി മാറിയേനെ. ശബരിമലയിൽ നിന്നും ഷിജു ചവറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. കേരളത്തിലെ ഏക വാമനമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തൃക്കാക്കര തിരുവോണത്തിന്റെ നാട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ ക്ഷേത്രത്തെ ചൊല്ലി ഇപ്പോൾ മറ്റൊരു അവകാശ തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. തൃക്കാക്കര കളമശ്ശേരി നഗരസഭകൾ തമ്മിലുള്ള അതിർത്തി തർക്കം കോടതി കയറുമെന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ. 3 അടി മണ്ണ് ചോദിച്ചെത്തിയ വാമനന് മുന്നിൽ തലകുനിച്ചു കൊടുത്ത മഹാബലിക്ക് പോലും ഇത്ര ആശയക്കുഴപ്പമുണ്ടായി കാണില്ല. അത്ര കണ്ട് സങ്കീർണമാണ് ഇപ്പോഴത്തെ സ്ഥിതി. ക്ഷേത്രം തങ്ങളുടെ പരിധിക്കുള്ളിലാണെന്നാണ് തൃക്കാക്കര നഗരസഭയുടെ അവകാശവാദം. ഡീലിമിറ്റേഷൻ സമയത്ത് തങ്ങളുടെ അവകാശം പരിഗണിക്കാമെന്ന വാഗ്ദാനമുണ്ടായിരുന്നതായും തൃക്കാക്കര നഗരസഭ അധ്യക്ഷ രാധാമണിപിള്ള പറയുന്നു. തൃക്കാക്കര അമ്പലം പഞ്ചായത്തായിരുന്ന കാലത്ത് മുതൽ തൃക്കാക്കരയുടെ തന്നെയാണ്. അങ്ങനെയാണ് തൃക്കാക്കര എന്നുള്ള പേര് വന്നത്, തൃക്കാൽക്കര. ഇപ്പോൾ 2005 ഇത് പഞ്ചായത്തായിരുന്നു. ആ സമയത്ത് നമ്മളിത് ആവശ്യപ്പെട്ടു. അതിന് മുമ്പ് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് വേണമെന്ന്. പക്ഷേ അവിടെ തിരുവനന്തപുരത്ത് ഒരു ഹിയറിങ്ങിന് വിളിച്ചപ്പം അന്ന് ഇവിടുത്തെ ഭരണസമിതി ആരും ആ ഹിയറിങ്ങിന് പോയില്ല. അന്ന് കളമശ്ശേരി ഭരിച്ചിരുന്ന അവരെല്ലാവരും കൂടി ഒരു വണ്ടി വിളിച്ച് ആളുകൾ അവിടെ പോയി. അപ്പം നമുക്ക് വേണമെന്ന് പറയാൻ ആരും പോയില്ല. അവർക്ക് വേണമെന്ന് ആവശ്യപ്പെടാൻ അവർ പോയപ്പോഴും ഇത് അവർക്ക് കൊടുക്കാമെന്നുള്ള തീരുമാനമാക്കി വിട്ടു. എന്തായാലും നമ്മളിത് കോടതി പോയാലും തിരിച്ച് പിടിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. തൃക്കാക്കര അപ്പം തൃക്കാക്കരയുടെ തന്നെയാണ്. എന്നാൽ തൃക്കാക്കര നഗരസഭയുടേത് ബാലിശമായ അവകാശവാദമാണെന്നാണ് കളമശ്ശേരി നഗരസഭയുടെ നിലപാട്. തൃക്കാക്കര എന്ന പേരുള്ളതുകൊണ്ട് മാത്രം അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ലെന്നും നഗരസഭാ കൗൺസിലറും ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റുമായ പ്രമോദ് തൃക്കാക്കര പറഞ്ഞു. തികച്ചും ഒരു അനാവശ്യമായ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ഒരു ചില വ്യക്തി താല്പര്യങ്ങൾക്ക് മാത്രമായിട്ടാണ് ഇത് പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഇത് മുൻപും ഈ ആവശ്യം പലരും ഉന്നയിച്ചു, പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. ഞാൻ ചോദിക്കുന്ന 3-4 ചോദ്യങ്ങളാണ്. അതായത് തൃക്കാക്കര നഗരസഭ അതായത് തൃക്കാക്കര പഞ്ചായത്ത് കാലത്ത് തൃക്കാക്കര മഹാക്ഷേത്രം ഉൾപ്പെടെ തൃക്കാക്കരയുടെ കളമശ്ശേരി നഗരസഭയുടെ പല ഭാഗങ്ങളും തൃക്കാക്കര പഞ്ചായത്തിലായിരുന്നു. അതിനുശേഷമാണ് കളമശ്ശേരി നഗരസഭ രൂപപ്പെടുന്നതും തൃക്കാക്കര പഞ്ചായത്തിൽ നിന്ന് പല ഭാഗങ്ങൾ എടുത്തുകൊണ്ടാണ് കളമശ്ശേരി നഗരസഭ രൂപപ്പെട്ടിരിക്കുന്നത്. ആ കളമശ്ശേരി നഗരസഭ രൂപപ്പെടുന്ന സമയത്ത് ഇന്നും കളമശ്ശേരി നഗരസഭയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്നത് തൃക്കാക്കര നോർത്ത് വില്ലേജിലാണ്. ക്ഷേത്രം തങ്ങളുടെ അതിർത്തിക്കുള്ളിലേക്കാക്കണമെന്ന് തൃക്കാക്കര നഗരസഭയും വിട്ടുതരില്ലെന്ന് കളമശ്ശേരി നഗരസഭയും ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിട്ടുണ്ട്. 2 നഗരസഭകളും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കാലങ്ങളായി കളമശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിലാണ് തൃക്കാക്കരയിൽ ഓണാഘോഷവും മറ്റു പരിപാടികളും നടക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ച് 6 മണിക്കൂറുകൾക്ക് ശേഷം പിൻവലിച്ചു. വ്യാപക പ്രതിഷേധവുമായി ജനം പാർലമെന്റ് വളഞ്ഞതോടെയാണ് പ്രസിഡന്റ് യുൻ സുക് യോൾ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയത്. ഉത്തര കൊറിയൻ ശക്തികളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം രാത്രി അടിയന്തര ടെലിവിഷൻ ലൈവിലൂടെ പട്ടാള ഭരണം പ്രഖ്യാപിച്ചത്. അജയ് സുധാ ബിജു ചേരുകയാണ്. അജയ്, ഇത് എന്താണ് സർക്കാർ ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമല്ല. കാരണം നമുക്കറിയാം ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഉത്തര കൊറിയയിൽ പൂർണ്ണമായും ഏകാധിപത്യ ഭരണമാണെങ്കിൽ കുറച്ചുകൂടി ജനാധിപത്യം നിലനിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഇങ്ങനെ പ്രസിഡന്റിന് തോന്നണമെങ്കിൽ അതിന് പിന്നിൽ എന്തൊക്കെയാണ് എന്നുള്ളതും ജനങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതുമല്ലേ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടത്?
അതെ, തീർച്ചയായിട്ടും വളരെ ഒരു നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയയിൽ അരങ്ങേറിയതെന്ന് നമുക്ക് പറയാൻ സാധിക്കും നിസ്സംശയം. അതായത് 1987 രാജ്യം ജനാധിപത്യവൽക്കരിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് അവിടെ ഇത്തരത്തിലൊരു പട്ടാള ഭരണം പ്രഖ്യാപിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1979 ഒക്ടോബറിന് ശേഷം ഇത്തരമൊരു പട്ടാള ഭരണത്തിലേക്ക് കടക്കാൻ കാരണം അത് പ്രസിഡന്റായിട്ടുള്ള യൂൺ സുക് ഇയോൾ പറയുന്നതനുസരിച്ച് അദ്ദേഹം പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായി, അതായത് ഉത്തര കൊറിയൻ കമ്മ്യൂണിസ്റ്റ് ശക്തികളെ, നാണം കെട്ട ഉത്തര കൊറിയൻ കമ്മ്യൂണിസ്റ്റ് ശക്തികളെ ഉന്മൂലനം ചെയ്യണം. അതുപോലെ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള ഡെമോക്രാറ്റിക് പാർട്ടി അവർ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു സമാന്തര സർക്കാർ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നുവെന്നും പാർലമെന്റ് പ്രവർത്തനങ്ങൾ നടത്താൻ സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു അപ്രഖ്യാപിത ലൈവിലൂടെ ഇത്തരത്തിൽ ഒരു പട്ടാള ഭരണം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിന് പിന്നിലേക്ക് അദ്ദേഹത്തെ നയിച്ച ചില കാരണങ്ങളുണ്ട്. അതായത് ഈ ഭരണപക്ഷമായിട്ടുള്ള ഇപ്പോൾ പീപ്പിൾസ് പവർ പാർട്ടി അവർ ഒരു ഭൂരിപക്ഷമില്ലാതെയാണ് ഇപ്പോൾ നിലവിൽ ഭരിക്കുന്നത്. അതായത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന യൂൺ സുക് ഇയോൾ അദ്ദേഹം തന്നെ ഒരു ഭൂരിപക്ഷത്തിന്റെ പിന്തുണയില്ലാത്ത ഒരു പ്രസിഡന്റാണ്. അതായത് ഇദ്ദേഹം അധികാരത്തിൽ കയറാനുള്ള പ്രധാനപ്പെട്ട കാരണം 2022 രാജ്യം നേരിട്ട കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. രാജ്യം ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം രാജ്യം ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ഇതിനോടകം തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. സിയോൾ പോലെയുള്ള പല സ്ഥലങ്ങളിലും ഗവർണറെ ഉൾപ്പെടെ ഇമ്പോച്ച് ചെയ്യുന്ന സിറ്റുവേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ യൂൺ സുക് ഇയോളിന്റെ ഭാര്യയ്ക്കെതിരെ ഉള്ള ആരോപണങ്ങൾ, സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ, അതുപോലെ കഴിഞ്ഞ ദിവസം തന്നെ പാർലമെന്റിൽ അടുത്ത വർഷത്തെ ബജറ്റിനെ ചൊല്ലിയിട്ടുള്ള തർക്കങ്ങളെല്ലാം ഉടലെടുത്തിരുന്നു. അപ്പോൾ ഈ സന്ദർഭങ്ങളിലെല്ലാം പ്രതിപക്ഷമായിട്ടുള്ള ഡെമോക്രാറ്റിക് പാർട്ടി ശക്തമായി തന്നെ ഭരണപക്ഷത്തിനെതിരെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ശക്തമായിട്ട്, അതുമാത്രമല്ല ഈ പ്രസിഡന്റിനെ ഇമ്പോച്ച് ചെയ്യാനായിട്ട് ഒരു 40 അംഗ മെമ്പർമാർ മുന്നോട്ട് വരുന്നതായിട്ടും സൂചനകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രതിപക്ഷം അവിടെ പിടിമുറുക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇത്തരം ഒരു പട്ടാള ഭരണം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. എന്നാൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഇതിന് പിന്നാലെ ഉണ്ടായി. ജനം പാർലമെന്റ് വളയുന്ന ഒരു സന്ദർഭമുണ്ടായി. ഒരുപാട് വിദ്യാർത്ഥികളടക്കം പാർലമെന്റിന് ചുറ്റും തടിച്ചുകൂടിയിരുന്നു. അതുമാത്രമല്ല ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പാർലമെന്റിന് ചുറ്റും ഏർപ്പെടുത്തിയിരുന്നു. പ്രതിപക്ഷ എംപിമാർക്ക് പാർലമെന്റിലേക്ക് കടക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ട് ഏതാണ്ട് 190ഓളം എംപിമാർ പാർലമെന്റിനകത്തേക്ക് പ്രവേശിക്കുകയും ഈ പട്ടാള നിയമത്തിനെതിരെ വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അത്തരത്തിലാണ് ഈ പട്ടാള നിയമം പിൻവലിച്ചുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ തീരുമാനത്തിലേക്ക് ആ രാജ്യത്തിന് എത്തേണ്ടി വന്നു. ദക്ഷിണ കൊറിയയിൽ പ്രഖ്യാപിച്ച പട്ടാള നിയമം അതിന് 6 മണിക്കൂറത്തെ ആയുസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് വാർത്തകളുണ്ട്, വാർത്തകൾ തുടരും. ന്യൂസ് 18-നൊപ്പം പ്രേക്ഷകർ തുടരുക. തൽക്കാലം രാവിലെ പൂർത്തിയാക്കാനുള്ള സമയമാണ്. നന്ദി, നമസ്കാരം.